Hello, guys. Welcome back to the podcast. അല്ലെങ്കിൽ welcome to the podcast. വെൽക്കം. So, ആദ്യമേ താങ്ക്സ് എ ലോട്ട്. കഴിഞ്ഞ വീഡിയോ ഈസ് ബ്ലോയിങ് അപ്പ്. ഞങ്ങളിവിടെ ഒരു വൈൽഡ് കോൺസ്പിറസീനെ ഇച്ചിരി സയൻറ്റിഫിക്കലി ബെൻഡ് ചെയ്ത് എന്താ പറയുക ഞങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷനൊക്കെ വെച്ചു. പക്ഷേ നിങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് നല്ലത്. അതിനനുസരിച്ച് ഇന്ത്യയിലെ 46 ഹൈപ്ഡ് ആയില്ലേ? 45 താഴെ എത്തി. അതിന് തൊട്ട് ഓൾ ഇന്ത്യ ആൻഡ് അതിനനുസരിച്ച് ഹെയ്റ്റ് റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നന്ദി, വണക്കം. സോ താങ്ക് യു ഗൈസ്. ഇൻക്രെഡിബിൾ സപ്പോർട്ടാണ് നിങ്ങൾ കമ്മ്യൂണിറ്റിയിലായാലും എവിടെ ആണെങ്കിലും. ഈ ഭയങ്കര സന്തോഷം. കീപ് ഇത് ഞാൻ എന്തായാലും അതിനെക്കാട്ടിയും കത്തിക്കാൻ പോകുന്നൊരു സാധനം ഇന്നെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് ഇച്ചിരി കഴിഞ്ഞ വട്ടം പറഞ്ഞായിരുന്നു മുരുകനും ഇസ്ലാമും കൂടെ കണക്ട് ചെയ്യാൻ നോക്കുക. അത് മറ്റേ നമ്മുടെ അണ്ണൻ പറയുന്നതിൻ്റെയാണ്. കാരണം എൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നല്ലോ, ബേബി എന്നൊക്കെ പാട്ട് പാടുന്നേ. പുള്ളി പറയുന്നതിൻ്റെ കണക്ക് എൻ്റെ 1000ഓളം ഫ്രണ്ട്സ് പറഞ്ഞു ഈ പാട്ട് പാടണം. അതുകൊണ്ട് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തു ഈ എപ്പിസോഡ് ചെയ്യണ്ട എന്ന് വിചാരിച്ചതാണ്, ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ചെയ്യുക. പക്ഷെ ഞാൻ നോക്കിയപ്പോഴാണ് ഞാൻ വിചാരിച്ച് ഡിഗപ്പ് ചെയ്യുന്നത് കുറേ ബേസ്ലെസ് കാര്യങ്ങളാണ്. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി ദിസ് ഇസ് ഭയങ്കര റൂട്ടഡ് സാധനം കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഒരിക്കലും ഇങ്ങനത്തെ രണ്ട് ആക്സസുകളെ ഒരേപോലത്തെ ചെന്ന് എത്തുമെന്നും. ആൻഡ് ഇന്നത്തെ എപ്പിസോഡ് ഐ അഷ്യൂർ യു ഇറ്റ്സ് ഗോണ ബി ഹെഡ് ടേണർ. കാരണം നമ്മൾ സയൻറ്റിഫിക് ക്യൂരിയോസിറ്റിക്ക് അന്വേഷിച്ച് പോകുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അടിയിലെത്തുമ്പോൾ മനസ്സിലാവും, ഓ ഷിറ്റ്, ആ ഒരു മൂഡിലെത്തിപ്പോവും. പല കാര്യങ്ങളും ഞാൻ ഇപ്പോൾ ഒരു സാധനം ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഓക്കെ ഇങ്ങനെയാണല്ലേ എന്ന് വെച്ചിട്ട് പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞ് എനിക്ക് തന്നെ ഡൗട്ട് തോന്നും, ഒന്നുകൂടെ നോക്കിയാലോ എന്ന്. അത്രയ്ക്ക് എന്താ പറയുന്നത്, നമ്മളെ അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ മുരുകൻ ഇസ്ലാം അല്ലെങ്കിൽ മുരുകൻ അറേബ്യ. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ട് ഇവിടെ വരിക. കഴിഞ്ഞ എപ്പിസോഡ് മസ്റ്റ് വാച്ച് ആണ്. നിങ്ങൾക്ക് കഴിഞ്ഞ എപ്പിസോഡും അതിന് മുന്നുള്ള എപ്പിസോഡും ഇതൊരു പാർട്ട് 3 ആയിട്ട് വരും. അപ്പോൾ ഞങ്ങൾ പറയുന്നതെല്ലാം മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരിക. സോ ഗൈസ്, നമുക്കിനി ന്യൂസ് സെഗ്മെന്റിലേക്ക് പോകാം. ആൻഡ് ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ആണ്. ആദ്യമേ തന്നെ നെഗറ്റീവ് ഷീറ്റിലേക്ക് പോകാം. സോ ഡൽഹി പോലീസ് ഹാസ് ബസ്റ്റഡ് ഒരു വലിയ ടെറർ നെറ്റ്വർക്ക്. അതിനകത്തെ 7 പാകിസ്ഥാൻ ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ അറസ്റ്റ് ചെയ്തു. ആൻഡ് അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവരുടെ ഗോളും അജണ്ടയൊക്കെ അസാസിനേഷൻ ഓഫ് PM മോഡി ആയിരുന്നു. PM മോഡിയുടെ അസാസിനേഷന് വേണ്ടിയുള്ള അവർ ഒരുപാട് രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് കീപ്പ് ഇൻ മൈൻഡ് 7 പേരെ അല്ല അറസ്റ്റ് ചെയ്തത്, ഒരു നെറ്റ്വർക്കിൻ്റെ 7 പേരെയാണ്. സോ അതിൻ്റെ റൂട്ടിൽ നമ്മൾ കയറി പോകും. കാരണം റോ ഇസ് ഡൂയിങ് സം ഇൻക്രെഡിബിൾ ബാങ്കേഴ്സ്. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ട്രംപ് അണ്ണൻ ഇച്ചിരി കുരുപൊട്ടിയ ഒരു സാധനമാണ്. നമ്മുടെ G7 സബ്മിറ്റ് ഫ്രാൻസിൽ നടന്നില്ലേ, അപ്പോഴത്തേക്കും മോഡി ചെന്നപ്പോൾ ഒരു നല്ല രീതിയിലൊരു റെഡ് കാർപ്പറ്റ് എന്ന് വെച്ചാൽ, റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു രാജ്യത്തെ ആളുകളെ ആദരിക്കുമ്പോൾ ഹയസ്റ്റ് ആദരവ് വരാൻ വേണ്ടി അവർക്ക് പ്ലെയിനിൽ വന്നിറങ്ങുമ്പോൾ റെഡ് കാർപ്പറ്റ് ഇട്ട് കൊടുക്കും, വണ്ടിയിൽ വരെ. എന്ന് വെച്ചാൽ അത്രയും ഒരു വലിയ ആളുകൾക്ക് മാത്രമേ റെഡ് കാർപ്പറ്റ് ഇടത്തുള്ളൂ. അപ്പോൾ G7 ഫ്രാൻസിൽ വെച്ച് നടന്നപ്പോൾ G7 ലീഡർ ഈ വട്ടം ഹോസ്റ്റ് ചെയ്തത് ഫ്രാൻസ് ആണ്. G7 എന്ന് പറയുന്നതിനകത്ത് ഇന്ത്യ ഇല്ല, കാരണം ഇന്ത്യ അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ G7 ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനെ ഓണററി ഗസ്റ്റായിട്ട് വിളിക്കുകയും അവിടെ ചെന്നപ്പോൾ എയർഫോഴ്സ് നമ്മുടെ India 1 പ്ലെയിനിൻ്റെ സ്റ്റെപ്പിൽ നിന്നിട്ട് മോഡിയുടെ കാറ് വരെ റെഡ് കാർപ്പറ്റ് ഇട്ട് മോഡി റെഡ് കാർപ്പറ്റിൽ എല്ലാ ഫ്രഞ്ച് മിനിസ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഡെലിഗേഷനാണ്. മാക്രോൺ ഉൾപ്പെടെ ഏറ്റവും വലിയ ഡെലിഗേഷനാണ് മോഡിയെ സ്വീകരിച്ചത്. അപ്പോൾ അതൊരു സിമ്പിളാണ് ലോകത്തിനെ കാണിക്കാൻ. അതേസമയം അടുത്ത ദിവസം ട്രംപ് വന്നു, അന്ന് വൈകിട്ടോ അടുത്ത ദിവസം രാവിലെ എന്തോ ട്രംപ് വന്നപ്പോൾ മാക്രോണും ഇല്ല, മിനിസ്റ്റേഴ്സും ഇല്ല, ആരുമില്ല, എന്തിന് റെഡ് കാർപ്പറ്റ് പോലും ഇല്ല. അത് ട്രംപിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ട്രംപ് വന്ന് ആരോടും മിണ്ടിയില്ല, നേരെ നടന്ന് കാറിലോട്ട് കയറി പോയി. പക്ഷെ ഞാൻ ഈയിടെ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു, ഈ സോ കോൾഡ് ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സിൻ്റെ. ഫോർ എക്സാമ്പിൾ ജയശങ്കറിൻ്റെ എവിടെയാ US ഗ്രീൻ കാർഡ് മേടിച്ച് അവരുടെ ഗവൺമെന്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഞാൻ സത്യം പറഞ്ഞാൽ നാഷണലിസ്റ്റിക്, ഇപ്പോഴത്തെ ഗവൺമെന്റ് എത്തിയിട്ട് നാഷണലിസ്റ്റിക് വ്യൂ പോയിന്റ് ഞാൻ കാണുന്നത്. പക്ഷെ ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന എല്ലാവരുടെയും മക്കള് വെളിയിലല്ല US ഗവൺമെന്റിനാണ് മിക്കവരും വർക്ക് ചെയ്യുന്നത്. അത് അവിടുത്തെ പെർമനന്റ് സിറ്റിസണായി അവിടെ കല്യാണം കഴിച്ച പിള്ളേർ. അത് കണ്ടപ്പോൾ എനിക്കൊരു ബാഡ് അടിച്ചതാവും. ചിലപ്പോൾ പിള്ളേർ റോയും ആവാം. ഗദ്കരി പിള്ളേർക്ക് വേണ്ടി, ഗദ്കരിയുടെ ലവ് ആണ് പേരൻസിന്റെ ഒക്കെ ലവ്. അതെന്നാടാ നമ്മുടെ E20 പെട്രോൾ ഇല്ലേ, പെട്രോൾ എന്ന് പറഞ്ഞാൽ എത്തനോൾ ബ്ലെൻഡിങ്. എത്തനോൾ ബ്ലെൻഡിങ്ങിന് ഒരുപാട്
ദോഷങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ അത് നമ്മളിപ്പം മോഡൽ ചെയ്തേക്കുന്നത് ബ്രസീലിനെ കണ്ടിട്ടാ. ബ്രസീലിന് അത് കഴിഞ്ഞ 60 വർഷമായിട്ട് പയ്യെ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. അപ്പൊ അവിടെ വണ്ടിയുടെ മാനുഫാക്ചറിങ് തൊട്ട് ഫ്യൂൽ ലൈൻ തൊട്ട് കമ്പഷൻ വരെ അത് അഡ്ജസ്റ്റ് ചെയ്ത് വന്നേക്കുക. പയ്യെ ഒറ്റടി കയറി E20 ഇൻട്രൊഡ്യൂസ് ചെയ്ത്. E20 ഭയങ്കര കുഴപ്പമില്ല, പക്ഷെ E20 BS6 ഒന്നും വലുതായിട്ട് ബാധിക്കത്തില്ല. പക്ഷെ പണ്ടത്തെ വണ്ടിക്കൊക്കെ സീനാണ്. അതേപോലെ ഇപ്പം E35 ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാ, അതേപോലെ E80 ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാ. ലിറ്ററലി കരിമ്പൻ ജ്യൂസ് റീലൊക്കെ കണ്ടായിരുന്നു, ഡ്രിങ്കിങ് E100. അപ്പൊ അതിന്റെയൊക്കെ കോട്ടേഷൻസ് ഒക്കെ വിളിച്ച് ഗദ്ഗിരി എല്ലാം റിജക്ട് ചെയ്ത് പയ്യ ഒരു കമ്പനിക്കൊക്കെ കൊടുത്ത്, സ്വന്തം മോന്റെ കമ്പനിക്കൊക്കെ കൊടുത്ത്. പക്ഷെ അതിപ്പോ ടേക്ക് ഡൗൺ ചെയ്യുമെന്നൊക്കെ പറയുന്നു. എന്തായാലും പറയാൻ പറ്റത്തില്ല. എന്തായാലും അടുത്തൊരു കിടിലൻ ന്യൂസിലേക്ക് പോവാം. ഗ്ലോബൽ ട്രേഡിന് വേണ്ടി നമുക്ക് പറയാൻ ഗൈസ്, വാറൊക്കെ ഒതുങ്ങുന്നതിന്റെ ഒരു ഗ്രീൻ ഫ്ലാഗ് നമ്മൾ കണ്ടു തുടങ്ങി. ഇന്നലെ US-ഉം ഇറാനും തമ്മിൽ പീസ് ട്രീറ്റി, ഇന്ററിം പീസ് ഡീൽസും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തതിന്റെ പ്രധാനമായ കാര്യങ്ങൾ ഇതിനകത്ത് ഇത്ര വരുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലെ US നേവി ബ്ലോക്കേഡ് മാറ്റി. ആസ് ഓഫ് റൈറ്റ് നൗ മാറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ നിന്ന് പറയുമ്പോൾ മാറ്റും. അതേപോലെ ഇറാനിയൻ പോർട്സിനെതിരെ US നേവി എയിം ചെയ്യത്തില്ല, ടാർഗറ്റ് ചെയ്യത്തില്ല. ഒരു രീതിയിലുള്ള ആക്ട് ഓഫ് അഗ്രഷനോ ആക്ട് ഓഫ് ബ്ലോക്കേഡോ ഉണ്ടാവത്തില്ല. ഫ്രീ ട്രേഡ്, ഫ്രീ ഫ്ലോയിങ് ആണ്. പച്ചയ്ക്ക് പറഞ്ഞാൽ US തോറ്റു. US യുദ്ധം തോറ്റിട്ടുണ്ട്. ഇറാൻ എന്തൊക്കെ പറഞ്ഞാലും ദേ ഹാവ് വോൺ. അടച്ചിടാത്തൊരു കഥവ് US-ന് മുന്നിൽ തുറപ്പിക്കാനായിട്ട് $200 ബില്യൺ അവർ വാങ്ങിച്ചു. പക്ഷേ അങ്ങനെ US-ന് അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്. US എണ്ണ കമ്പനികളെ പിടിച്ചെടുക്കാൻ വന്നതാ, നടന്നില്ല, മൂഞ്ചി പോയി. അപ്പോ ലോകം മുഴുവൻ ഇത് ആഘോഷിക്കുമ്പോ കൊളംബിയ കരയുവാണ്. കാരണം അടുത്ത ട്രംപിന്റെ ലിസ്റ്റിൽ കൊളംബിയാണുള്ളത്. കൊളംബിയ ഇതുപോലെ 14 രീതിയിലുള്ള ക്ലോസ് ഉള്ള ഒരു അഗ്രിമെന്റ്. അത് നിങ്ങൾ ടൈം കിട്ടുമ്പോൾ വായിച്ചു നോക്കുക. ഇറ്റ്സ് എ റിയലി ഇൻട്രസ്റ്റിംഗ് അഗ്രിമെന്റ്. എന്തായാലും അടുത്തെന്ന് പറയുമ്പം ഇന്നലെ നമ്മുടെ റഷ്യ-യുക്രൈൻ വാറിനകത്ത് ഉക്രൈൻ ഈസ് ഡൂയിങ് ഡേർട്ടി ഷിറ്റ്. എന്ത് വൃത്തിയുടെ യുക്രൈൻ കാണിക്കുന്നത്. റഷ്യയുടെ ക്യാപിറ്റൽ മോസ്കോയിൽ അറ്റാക്ക് ചെയ്യുന്നു. ഞാനിങ്ങനെ റഷ്യനെ യുക്രൈനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതിനുള്ള, റഷ്യ വിചാരിച്ച 3 ദിവസം കൊണ്ട് വാറ് എന്താ പറയുക തീർക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. 2-3 Su-57, 2-3 നൂക്കൊന്നും വേണ്ട അവർക്കല്ലാതെ തന്നെ കിഞ്ചൽ, നോസറിക് എന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ടുണ്ട്, അത് യുദ്ധം തീരും. പക്ഷെ റഷ്യക്ക് മിനിമൽ കാഷ്വാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം മനസ്സിൽ വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രൗണ്ട് ബേസ്ഡ് വാറിൽ തന്നെ റഷ്യ പോകുന്നത്. പക്ഷെ ഈ യുക്രൈൻ കാണിക്കുന്നത് എന്തുവാ, ഈ US ഡ്രോൺസ് എന്ന് പറഞ്ഞാൽ ഡ്രോൺസ് അറിയാതെ വായി വന്നേ ഡ്രോൺസ് ആണ്. US ഡ്രോൺസ് നേറ്റോ ഡ്രോൺസ് എന്നാണ് പറയാം. ഡ്രോൺസ് മോസ്കോയിലേക്ക് പ്ലേസ് ചെയ്യുക. ആൻഡ് പ്ലേസ് ചെയ്യുന്ന മാത്രമല്ല, ഡ്രോൺസിനെ നമ്മൾ അടിച്ചിട്ടെന്ന് വെച്ചോ, അതിനകത്ത് എന്താ പറയണ വലിയ എക്സ്പ്ലോസീവ് കെട്ടി പൊതിഞ്ഞു വെച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം മോസ്കോയിലോട്ട് റെസിഡൻഷ്യൽ ഏരിയയിലോട്ട് ഡ്രോൺസ് വിടുക. അപ്പോൾ ഡ്രോൺസിനെ അവരുടെ മിസൈൽ സിസ്റ്റം അടിച്ച് പൊട്ടിക്കുമ്പോൾ പൊട്ടിയിട്ട് ഇത് താഴെ വീണ് റെസിഡൻഷ്യൽ ഏരിയ വീഴുമ്പോൾ താഴെ വീണിട്ട് ഇത് പിന്നെയും പൊട്ടും. അതിനുവേണ്ടി വെപ്പൺസും മാസ് ഡിസ്ട്രക്ഷൻ സാധനങ്ങളും ഈ ഡൈനാമിറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ കെട്ടി പൊതിഞ്ഞ് കൊടുത്തു വിടുക. ഇത് ഏറ്റവും ഇതുവരെ നടന്നതിനകത്ത് ഉക്രൈൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ ഡ്രോൺ സ്ട്രൈക്കാണ് ഇപ്പം മോസ്കോയിലും നടന്നത്. ആൻഡ് ദാറ്റ് ഈസ് വെരി വെരി ബാഡ്. നമുക്കറിയാം മിക്കവാറും ഇപ്പം തന്നെ റഷ്യ റിറ്റാലിയേറ്റ് ചെയ്യുമോ അവരുടെ പോളിസി എന്ന് നമുക്ക് കണ്ടറിയാം. അടുത്തൊരു സാധനം എന്ന് വെച്ചാൽ നൈജീരിയയില് നൈജീരിയയില് ദിയോറി ഹമാറി എന്ന് പറയുന്ന സ്ഥലത്തൊരു എയർപോർട്ട് ഉണ്ട്. അവിടുത്തെ എയർപോർട്ടിൽ, അല്ലെങ്കിൽ അതായിരുന്നു തോന്നിയ എയർപോർട്ടിന്റെ പേര്, എനിക്ക് അവരുടെ ഭാഷയിൽ അത് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് വായിച്ചിട്ട് മനസ്സിലായില്ല. ഇന്നലെ 35 പേര് കൊന്നു. ആൻഡ് റെസ്പോൺസിബിലിറ്റി ഈസ് ടേക്കൺ ബൈ അൽ ഖ്വയ്ദ റെസ്പോൺസിബിലിറ്റി എടുത്തു. അവരുടെ ആക്ട് ഓഫ് ടെററിസം ഫോർ റിലീജിയസ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞു കൊന്നു. റിലീജിയസ് ഡെവലപ്മെന്റിന് വേണ്ടി ഒരു എയർപോർട്ടിൽ പോയി 35 പേരെ കൊല്ലുക. എനിക്ക് മറ്റേ മോഡേൺ വാർഫെയറിലെ മിഷൻ ഓർമ്മയുണ്ടോ? നോ റഷ്യൻസ് എന്ന് പറഞ്ഞ മിഷൻ ഓർമ്മ. അത് ചുമ്മാ കുറെ തോക്ക് എടുത്തിട്ട് അടിച്ചു കൊല്ലുക. ഗുഡ് ലക്ക്. എന്തായാലും ഗൈസ്, ആഫ്രിക്കൻ കോണ്ടിനെന്റ്സ് ആർ മെസ്ഡ് അപ്പ് ഇപ്പൊ, എസ്പെഷ്യലി റിലീജിയസ് കൺവേർഷനും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഭയങ്കര ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ലൈറ്റ് ഓഫ് ഹോപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാനുഫാക്ചറിങ് ആയാലും എല്ലാ രീതിയിലും ഇന്ത്യ അവരിലോട്ടാണ് ഫോക്കസ് ചെയ്യണം. നമ്മുടെ മഹീന്ദ്ര ആയിക്കോട്ടെ, ഹീറോ കോർപ്പ് ആയിക്കോട്ടെ, എല്ലാവരുടെയും ബിഗ്ഗസ്റ്റ് മാർക്കറ്റ് ഇപ്പം ആഫ്രിക്കയാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ ന്യൂസിനെ കുറിച്ച് പറയാം. ഇനി ഫണ്ണി ന്യൂസ് വേണം ആഡ് ഓൺ. ഫണ്ണി ന്യൂസിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഫണ്ണി പോഡ്കാസ്റ്റിലേക്ക് പോവാം. ലോട്ട് ഓഫ് തിങ്സ് ആർ വെയിറ്റിംഗ്. സോ നിങ്ങൾ കഴിഞ്ഞ പോഡ്കാസ്റ്റും അതിന് മുന്നത്തെ പോഡ്കാസ്റ്റും ഒക്കെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും നമ്മൾ ഈ പോഡ്കാസ്റ്റ് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ ഡിസ്ക്ലെയിമർ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം, കാരണം അൽ ഖ്വയ്ദയുടെ ന്യൂസൊക്കെ വരുന്നതല്ലേ.
വി ഹോപ്പ് വി ആർ റോങ്. യെസ്, വി ഹോപ്പ് വി ആർ റോങ്. വലിയ ഡിസ്ക്ലെയിമറാ. ഞങ്ങൾ ഇവിടെ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഫ്രണ്ടിൽ കൊടുക്കുന്ന മാത്രമല്ല, ഒന്നുകൂടി എടുത്തു പറയാണ്, ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു പോഡ്കാസ്റ്റ് അല്ല, ഇതൊരു നാടകമാണ്. ഞാനും എൻ്റെ അനിയനും കൂടി ഇരുന്ന് ഒരു കഥ, ഫേക്ക് കഥ പറയുകയാണ്. നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് പോലെ ഞങ്ങള് പോഡ്കാസ്റ്റ് പോലെ അവതരിപ്പിക്കുന്ന ഒരു സ്റ്റോറി മാത്രമാണ്. ഇതിൽ പറയുന്ന എല്ലാം ഫേക്കാണ്. ഇതിൽ പറയുന്ന സ്ഥലങ്ങളെല്ലാം തികച്ചും യാദൃച്ഛികവും, ഇതിൽ പറയുന്ന ദൈവങ്ങളെല്ലാം തികച്ചും ഇല്ലാത്തതും, ആർക്കെങ്കിലും ആയിട്ട് എന്തെങ്കിലും സാമ്യം തോന്നിയാൽ അത് വെറും കോയിൻസിഡൻസ് മാത്രമാണ്. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നി എന്ന് വെച്ചത് കോയിൻസിഡൻസ് ആണെങ്കിൽ എങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. യെസ് കറക്റ്റ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. അതെ, ഞങ്ങൾ ജസ്റ്റ് എന്റർടൈനേഴ്സ് വിട്ടിരുന്ന കഥ പറയുന്നു. ഞങ്ങൾ മതഭീഷണി ഒന്നും തരില്ലേ. അപ്പോൾ നമുക്ക് പോഡ്കാസ്റ്റിലേക്ക് തുടങ്ങാം. സോ എന്താണ് ഇന്നത്തെ ടോപ്പിക്? എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ പോഡ്കാസ്റ്റ് ഫുൾ സെൻസ് ആണെങ്കിൽ കഴിഞ്ഞ പോഡ്കാസ്റ്റ് നിങ്ങൾ കണ്ടിരിക്കണം. കഴിഞ്ഞതും കാണേണ്ടി വരും. അതെ. അപ്പോൾ ലാസ്റ്റ് പോഡ്കാസ്റ്റിൽ നമ്മൾ മുരുകൻ എന്ന് പറയുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ഗോഡ്, അല്ലെങ്കിൽ ഒരു വാറിയർ, അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചറിസ്റ്റ്, അതും അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ആൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഫുള്ള് പിടിച്ചെടുത്ത കാര്യങ്ങൾ നമ്മൾ 2-3 എപ്പിസോഡുകളായിട്ട് അറിയുന്നു. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റിയുള്ള ഒത്തിരി എവിഡൻസസ് നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നു, കേൾക്കുന്നു. കാർത്തിക നക്ഷത്ര, പ്ലീഡിയൻ സ്റ്റാർ സിസ്റ്റം, അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ സുബാറു സ്റ്റാർ സിസ്റ്റം, അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലോട്ട് ലങ്ക, ഏൻഷ്യൻ ലങ്ക അല്ലെങ്കിൽ കുമാരികാണ്ഡം, ഇവിലേക്കൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എപ്പിസോഡിൽ ലാസ്റ്റിലേക്ക് ഹാരപ്പൻ സിവിലൈസേഷൻ, മെസോപ്പൊട്ടേമിയ, ഇറാഖ്, ബാബിലോണിയൻ മിത്തോളജി, ഇതെല്ലാം നമ്മൾ കവർ ചെയ്ത് വരുവാണ്. അപ്പോൾ നമ്മൾ ആ 2 എപ്പിസോഡും കണ്ടിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ബോധമുണ്ട് ഇതെന്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നതെന്ന്. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾ കാണുന്നതിന് മുന്നേ ഉറപ്പുവരുത്തുക, മറ്റേ എപ്പിസോഡുകൾ കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുരുകനാരാ, ഇസ്ലാം ആരാ, ക്രിസ്ത്യൻ ആരാ എന്നെല്ലാം മനസ്സിലാവും. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഞങ്ങൾ ഈ പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് ഫണ്ണി ആയിട്ട് തോന്നുമെങ്കിലും ഞങ്ങൾക്ക് വരുന്ന ത്രെറ്റ്സും ഞങ്ങൾക്ക് വരുന്ന കേഴ്സ് വേർഡ്സും ഞങ്ങളെ എത്രയൊക്കെ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ എഫക്ട് ചെയ്യും. സോ ഇത് നിങ്ങൾ ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്താൽ ഫിനാൻഷ്യലി ഞങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ട്. മന്തി ഞങ്ങൾ ഹാപ്പി ആയിക്കോളാം. സോ അപ്പോൾ ഈ ബൈബിൾ ഉൾപ്പെടെ, ഈവൻ ഇൻ ദ ബൈബിൾ, ഈ മുരുകനെ അല്ലെങ്കിൽ ആർപ്പനെ പറ്റി ഹാർപ്പൻ എന്ന രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഐഡലും സിംബിളിസവും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഈ കൾച്ചേഴ്സിലെല്ലാം ഈ ഒരാളെ പറ്റി പറയുന്നുണ്ട്. ഈ ആളുടെ പേരുകൾ പലയിടത്തും പലതായിട്ടാണ് പറയുന്നത്. കന്ദൻ എന്ന് പറയുന്നുണ്ട്, കാർത്തികേയൻ എന്ന് പറയുന്നുണ്ട്, കുമരൻ, സ്കന്ദൻ, ആർമുകൻ, ആറപ്പൻ, തമിഴ, സ്കന്ദ, പിന്നെ സുബ്രഹ്മണ്യ, കുമരൻ, വേലൻ, ഈ ഇത്രയും പേരുകളെല്ലാം തമിഴ്നാട്ടിലുണ്ട്. ഇതേപോലെ ഓരോ പേരുകൾ, ഒരെണ്ണം അറേബ്യയിലുണ്ട്, വേറെണ്ണം സൗത്ത് ആഫ്രിക്കയിലുണ്ട്, വേറെണ്ണം സൗത്ത് അമേരിക്കയിലുണ്ട്, വേറെണ്ണം ഇറാഖിലുണ്ട്. അപ്പം ഹാരപ്പൻ സിവിലൈസേഷനിലുണ്ട്, ഒരെണ്ണം വെസ്റ്റേൺ സിവിലൈസേഷനിലുണ്ട്. അപ്പം ഈ പേരുകളെല്ലാം എല്ലായിടത്തും ഉണ്ട്. എന്നിട്ട് ആ പേരുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരാളെ പറ്റിയാണ്. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാരപ്പൻ, എന്താ പറയുന്നത്, ഹാർപ്പൻ, കാന്തഹാർ, കുമരൻ, ഇതെല്ലാം എങ്ങനെ കണക്റ്റഡ് ആയിരുന്നു എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ എപ്പിസോഡിൽ ഇനി നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു നേരത്തെ എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടില്ല എങ്കിൽ ഇറ്റ് ഈസ് എ മസ്റ്റ് വാച്ചാണ്. എങ്കിലേ നിങ്ങൾക്ക് ഇവിടെ പറയുന്ന കാര്യങ്ങൾ കൂടുതലും മനസ്സിലാവും. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ഇതുവരെ സീരീസിൽ ചെയ്തതിനകത്ത് ഏറ്റവും അടിപൊളി റെസ്പോൺസ് ഉള്ള എപ്പിസോഡാണ്. ഒരാഴ്ച കൊണ്ട് 30,000 പേരൊക്കെ കണ്ടു. സോ ഇതെങ്ങനെ നമുക്കിവിടെ എത്തി എന്ന് പറയുന്നത്, നമുക്ക് ഇസ്ലാം എന്ന് പറയുന്ന റിലീജിയൻ ഇതുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്നാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു അത് ചെയ്യുമെന്ന്. നമ്മൾ പല റിലീജിയനുമായിട്ട് കണക്ട് ചെയ്തു. ഇസ്ലാമുമായിട്ടുള്ള കണക്ഷൻ ഒരു ഫുൾ എപ്പിസോഡല്ല, 1, 2, 3 എപ്പിസോഡുകൾ വേണ്ടി വരും. അത് ഞാൻ ക്യാപ്സൂൾ സൈസ് ആക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിത്ത് എവിഡൻസസ് ആൻഡ് പ്രൂഫ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ എപ്പിസോഡ് തീരുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് ഹിന്ദു റൂട്ട്സ് ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. അത് നിങ്ങളുടെ തീരുമാനമാണ്. ഞങ്ങളുടെ ഫൈൻഡിങ്സ് ആണ് പറയുന്നത്. ഞാൻ അതുപോലെ തന്നെ പോഡ്കാസ്റ്റിൽ നിന്ന് മാറി ഒരു കാര്യം കൂടെ പറയാണ്, ഇത് പോഡ്കാസ്റ്റ് അല്ല, ഇതൊരു എന്റർടൈൻമെന്റ് കള്ളക്കഥ കെട്ടുകഥ ചാനലാണ്. ഇനി നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് യാദൃശ്ചികമായി തോന്നുമെങ്കിൽ നിങ്ങൾ റീസർച്ച് ചെയ്യാം. നിങ്ങൾക്ക് റീസർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതെല്ലാം കള്ളമാണ്, പിന്നെന്ത് വേണം. അപ്പോൾ നമുക്ക് എവിഡൻസുകൾ നോക്കാം. എവിഡൻസുകൾ നോക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ് നിങ്ങൾക്ക് തന്നാലേ നിങ്ങൾക്ക് ബാക്കിയുള്ളതിലേക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും ഈ മുരുകൻ ഗായി എങ്ങനെയാണ് ഈ ലോകം മുഴുവൻ
കോൺക്വർ ചെയ്തത് അല്ലെങ്കിൽ സിവിലൈസ് ചെയ്തത്, ഇതിൽ രണ്ടിലേതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഏഷ്യ മുഴുവൻ പുള്ളി പിടിച്ചെടുത്തു, മിഡിൽ ഈസ്റ്റ് മുഴുവൻ പുള്ളി സിവിലൈസ് ചെയ്തു, അതുപോലെ വെസ്റ്റേൺ കൾച്ചർ വരെ പ്രീ ഹിസ്റ്റോറിക്. നമ്മളിപ്പോൾ ദൈവങ്ങളെന്ന് പറയുന്ന എബ്രഹാം എന്നൊക്കെ പറയുന്ന ആളുകൾ ഉള്ളപ്പോൾ അവരുടെ ദൈവങ്ങളായിരുന്നു ഇയാൾ. അപ്പോൾ 10,000 years ago ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ഇസ്ലാം എന്ന് പറയുന്ന റിലീജിയനിൽ മുരുകനെ പറ്റി എന്താണ് പറയുന്നത്, മുരുകൻ എവിടെയൊക്കെ ഇരിപ്പുണ്ട്, മുരുകൻ എങ്ങനെ വന്നു എന്നുള്ളത് കറക്റ്റ് കാര്യങ്ങളായിട്ട് പറയും. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ പോവാം. അപ്പോൾ ഈ വീഡിയോയിൽ ലോർഡ് മുരുകനും ഇസ്ലാമും തമ്മിലുള്ള കണക്ഷനാണ് വരുന്നത്. സോ ലെറ്റ്സ് സി. സോ ഫസ്റ്റിൽ ഇസ്ലാം എന്ന് പറയുന്ന മതം നമുക്ക് മുഖത്ത് വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ വരുന്നതാണ് പച്ച കളറ്. ലൈക്ക് ഇസ്ലാമിക രാജ്യങ്ങൾക്കെല്ലാം പച്ച ഫ്ലാഗാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്നതിന് പച്ച ഫ്ലാഗാണ്. നമ്മുടെ കേരളത്തിലെ ഇസ്ലാമിക് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ SDPI അല്ലെങ്കിൽ എന്താ പറയുന്നത്, പച്ച പള്ളികളാണ് വരുന്നത്. ഗ്രീൻ അവരുടെ സിമ്പലാണ്. പാർട്ടി ഫ്ലാഗുകൾ ഗ്രീനാണ്. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ മോസ്കുകളും എന്തിനാ ഈ രാജ്യങ്ങളുടെ പച്ച എന്ന് പറയുന്നത് അവർക്ക് അത്ര എക്സ്പോസ് ചെയ്യുന്ന ഒരു കളറാണ്, അവരുടെ കൾച്ചറിന്റെ ഭാഗമാണ്. ഇപ്പൊ എല്ലാ മുസ്ലിം രാജ്യങ്ങളുടെയും ഫുട്ബോൾ ജേഴ്സി വരെ എടുത്താൽ അത് പച്ച കളറാണ്. ശരി, ഞാൻ ഇത് ഇപ്പോഴാണ് ആലോചിക്കുന്നത്. ഏതൊരു രീതിയിലും നമ്മൾ ഇസ്ലാമിക് കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് ഒരു ഗ്രീൻ ഇൻഫ്ലുവൻസ്. യെസ്, ഗ്രീൻ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ വന്നു, എങ്ങനെ വന്നു എന്നുള്ള കാര്യം നമ്മൾ പറയാം. അപ്പം ഈ ഹിന്ദു കൾച്ചറിൽ പലയിടത്തും കാവി അല്ലെങ്കിൽ ഓറഞ്ച് പോലത്തെ കളറിന്റെ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. അതുപോലെ ക്രിസ്ത്യൻ ഇതിന് വൈറ്റിന്റെ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. അതുപോലെ മുസ്ലിംസിന് ഗ്രീനിന്റെ ഇൻഫ്ലുവൻസും വരുന്നുണ്ട്. പക്ഷെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ചെറിയൊരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ മുസ്ലിംസിന് യഥാർത്ഥത്തിൽ അറിയത്തില്ല ഈ പച്ച എവിടുന്ന് വന്നു, പച്ച എങ്ങനെ വന്നു എന്ന്. മോസ്റ്റ് മുസ്ലിംസിനും ഇത് അറിയത്തില്ല. ആകെ ഇവർക്ക് ഈ പച്ച കളർ പള്ളി എന്ന് പറയുന്നു, കണ്ടുവരുന്നു, ചെയ്യുന്നു, വാപ്പ ചെയ്യുന്നു, ഉമ്മ ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. അപ്പം ഈ കളർ എന്തുകൊണ്ട് നമ്മൾ ധരിക്കുന്നു, ഈ കളർ എന്തിന് നമ്മൾ കൊടിയായിട്ട് ഉപയോഗിക്കുന്നു, നമ്മൾ ഈ കളർ ഉള്ളിടത്ത് പോയി പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്, നമ്മൾ എന്തിനാണ് വീടിന് ഈ കളർ അടിക്കുന്നത്, വൈ ഈസ് ഇറ്റ് ഗ്രേ അല്ല ഗ്രീൻ എന്നുള്ള ചോദ്യം മുസ്ലിങ്ങൾക്ക് അറിയത്തില്ല. അപ്പം ആ ചോദ്യത്തിലൂടെയാണ് നമ്മൾ പോഡ്കാസ്റ്റ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ് ഫ്രൈഡേ. ഫ്രൈഡേ എന്ന് പറയുന്നത് അവർക്ക് സ്പെഷ്യൽ ഡേ ആണ്. ലോകത്ത് എവിടാണെങ്കിലും ഫ്രൈഡേ അവർ പള്ളിയിൽ പോകും. അതൊക്കെ അവരുടെ മതത്തിൻ്റെ അത്ര നല്ല ഡിസിപ്ലിനറി ആക്ഷൻസ് ആണ്. അപ്പം അത് അവരുടെ കമ്മിറ്റ്മെൻ്റ് ആണ്. അവർ ഫ്രൈഡേ പള്ളിയിൽ പോയി അവരുടെ ദൈവത്തിന് പ്രാർത്ഥന കൊടുത്തിരിക്കും. അതാണ് അവരുടെ റൂട്ട് ബേസ് ഓഫ് ദെയർ റിലീജിയൻ. അപ്പോൾ എന്തുകൊണ്ട് പച്ച ഇത്ര സ്പെഷ്യലായി, എന്തുകൊണ്ട് ഫ്രൈഡേ ഇത്ര സ്പെഷ്യലായി? ഓക്കെ, അപ്പം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ഷനും ഒരിടത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് പോവാം. ഞാനിതെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയാണ്, ഞാനൊരു മുസ്ലിം സ്കോളറല്ല. എനിക്ക് കിട്ടുന്ന ഖുറാനും എനിക്ക് കിട്ടുന്ന റെഫറൻസസും വെച്ച് ഞാൻ ഉണ്ടാക്കുന്ന കണക്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ യു ക്യാൻ ലെറ്റ് മീ നോ. ഇഷ്ടപ്പെടുന്നെങ്കിൽ ഹൈപ്പ് ആൻഡ് സബ്സ്ക്രൈബ്. ഇതൊരു ഓപ്പൺ മൈൻഡോടെ കാണുക. ജസ്റ്റ് ഒരു പ്രജുഡിസ്റ്റിക് മൈൻഡോ ഇതാണിത് എന്നുള്ള രീതി കാണാൻ ഞങ്ങൾ ഒരു പോസിബിലിറ്റി കൂടെ പ്രസന്റ് ചെയ്ത് തരുമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഒന്ന് റീസെർച്ച് ചെയ്ത് നോക്കുക. സോ മുസ്ലിം സ്കോളേഴ്സ്, ഈ ന്യൂ ഏജ് മുസ്ലിം സ്കോളേഴ്സും ഓൾഡ് മുസ്ലിം സ്കോളേഴ്സും ഹഫീസും ഒക്കെ എഴുതിയ ആളുകൾ പറയുന്നത് ഈ ഗ്രീൻ കളർ വന്നത് ഇസ്ലാമിലെ ഒരു മനുഷ്യന്റെ കഥയിൽ നിന്നാണ് ഈ ഗ്രീൻ കളർ മുസ്ലിംസ് എടുത്തെന്നാണ് പറയുന്നത്. ആ ഗ്രീൻ കളർ വന്ന ആൾ ഒരു ഇമ്മോർട്ടൽ പ്രോഫറ്റ് ആയിട്ടാണ് ഈ ഹദീസ് എഴുതിയ ആളുകളും പുതിയ ഇസ്ലാമിക് സ്കോളേഴ്സും പറയുന്നത്. ഇമ്മോർട്ടൽ പ്രോഫറ്റ് എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത എന്നും ജീവിക്കുന്ന എല്ലാ കാലങ്ങളിലും എല്ലായിടത്തുമുള്ള ഒരു പ്രോഫറ്റ് എന്നാണ് പറയുന്നത്. ആ പ്രോഫറ്റിന്റെ പേരാണ് അൽ ഖദിർ. അതിൽ അൽ ഖദിർ എന്നാണ് പറയുന്നത്. അത് ഇസ്ലാം നമ്മുടെ ഖുറാനിലൊക്കെ ഉള്ള ഒരു പ്രോഫറ്റ് പോലുള്ള ഒരാളാണ്. അപ്പം ഈ അൽ ഖദിറിന് ഒരു പേരും കൂടെ ഉണ്ട്, ദ ഗ്രീൻ വൺ അല്ലെങ്കിൽ ദ ഗ്രീൻ മാൻ. അങ്ങനെയാണ് അൽ ഖദിറിന്റെ പേര് അതിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഖുറാനിൽ ഇത് എവിടെയാണ് പറഞ്ഞേക്കുന്നതെന്ന് ചോദിച്ചാൽ സൂറ അൽ കാഫ് ചാപ്റ്റർ 18 വേഴ്സ് 60 to 82 അൽ ഖദറിനെ പറ്റിയുള്ള കഥ പറഞ്ഞേക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഖുറാനിൽ പറഞ്ഞതാണ്. അതിനാണ് വേഴ്സും ചാപ്റ്ററും ഒക്കെ എടുത്തു പറയുന്നത്. അപ്പോൾ ഖുറാനിൽ ഈ മനുഷ്യൻ്റെ പേര്, ഈ മനുഷ്യൻ ആരാണെന്നും എന്താണെന്നും എന്തു ചെയ്യുന്നു എന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥ പേര് പറഞ്ഞിട്ടില്ല. അത് പല സ്കോളേഴ്സും പറയുന്നത് ഇത് റിമൂവ് ചെയ്ത് കളഞ്ഞതാണെന്നും, ചിലവർ പറയുന്നു ഇത് ഡിലീറ്റ് ചെയ്തപ്പെട്ടതാണെന്നും, ചിലവർ പറയുന്നു ഇത് ആദ്യം തൊട്ടേ എഴുതിയിട്ടില്ല, പർപ്പസ്ഫുള്ളി നോട്ട് മെൻഷൻഡ് ആക്കിയതാണെന്നും പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നൊക്കെ വഴിയെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഒരാളെ പറ്റി പേരില്ലാത്ത ആളായതുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് ഖുറാനിൽ ഇട്ട പേരാണ് അൽ ഖദിർ. അയാളുടെ ഒറിജിനൽ നെയിം നമുക്കറിയത്തില്ല. അയാളുടെ ക്യാരക്ടറിസ്റ്റിക്സും താമസിച്ച സ്ഥലവും ബാക്കി കാര്യങ്ങളും ഒക്കെ ഇപ്പം വരും.
മനസ്സിലായോ? അൽ ഖദീർ എന്ന് പറഞ്ഞാൽ ദ ഗ്രീൻ വൺ. അപ്പോൾ ഖുറാനിൽ ഈ പേര് എങ്ങനെയാണ് ഖുറാൻ എഴുതിയ സമയത്ത് ഇയാൾക്ക് ഇട്ട പേര് എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ ഖുറാനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, ഈ അൽ ഖദീർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരടുത്ത് ഒരു ബാരൻ ലാൻഡിൽ എന്ന് പറഞ്ഞാൽ വെജിറ്റേഷനോ അല്ലെങ്കിൽ മരങ്ങളോ ഒന്നുമില്ലാത്ത ഒരു പന്ന മണ്ണിൽ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അയാൾ വന്ന് അവിടെ താമസിച്ചാൽ ആ ലാൻഡ് ഗ്രീൻ വെജിറ്റേഷനും കൊണ്ട് നിറഞ്ഞ് അതൊരു സ്വർഗമാവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ് അയാൾക്ക് ദ ഗ്രീൻ വൺ എന്ന് പേര് വന്നത്. എവിടെ പോയിരുന്നാലും ഫുൾ ഗ്രീനറി ആവും. ഫുള്ളി വെജിറ്റേഷൻ ഫാമിംഗ് അഗ്രികൾച്ചർ ഒക്കെ കൊണ്ടുവരുന്ന ആളാണെന്ന് ഖുറാനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഖുറാനിൽ ഒരാളടുത്ത് ചെന്ന് ഒരാൾ ഇരിക്കുമ്പോൾ വെജിറ്റേഷനും ഗ്രീൻ വെജിറ്റബിൾസും ഉണ്ടാവും എന്ന് പറയുന്നത് അയാൾ വന്ന് ഇങ്ങനെ കഥ ഇരിക്കുമ്പോൾ കസേര ഇരിക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരുമെന്നല്ല. അത് വിശ്വസിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതല്ല ഈ പോഡ്കാസ്റ്റ്. ഒരാൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ വെജിറ്റേഷൻ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. കൾട്ടിവേഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണ് അയാൾക്ക് ഗ്രീൻ വൺ എന്ന് പേര് വന്നത്. സോ എന്തുകൊണ്ട് ഈ പേര് ഡിലീറ്റ് ആയിപ്പെട്ടു, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ പേര് അയാളുടെ ഒറിജിനൽ പേര് ഡിലീറ്റ് ചെയ്തിട്ട് ഈ ഒരു പേര് മാത്രം ഉള്ളത് എന്ന് പറയുന്നതിന് ഒരു കണക്ഷൻ ഉണ്ട്. അത് നമുക്ക് പറഞ്ഞു പോവാം. അതിന് മുന്നേ നിങ്ങൾക്ക് ചെറിയ 2-3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ഞാനിവിടെ സ്റ്റോറി കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. പാർട്ട് ബൈ പാർട്ടായിട്ട് പോവുകയാണ്. നിങ്ങൾ കെയർഫുള്ളി ലിസൺ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയിരിക്കും. കിട്ടുന്നത് കൂടി പോയാലേ പ്രശ്നമുള്ളൂ, ഒരിക്കലും കുറയൂല. അപ്പോൾ ഈ സ്റ്റോറി മിഡിൽ ഈസ്റ്റിലാണ് വരിക. മിഡിൽ ഈസ്റ്റിൽ എന്ന് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഹാർട്ട് ഓഫ് മുസ്ലിം റിലീജിയൻ, ഇസ്ലാമിൻ്റെ ഹാർട്ടാണ് മിഡിൽ ഈസ്റ്റ്. ഇറാഖ്, ഇറാൻ, സൗദി അറേബ്യ, മറ്റേത് മറിച്ചത് എല്ലാ രാജ്യങ്ങളും വരുന്ന പാലസ്തീൻ, മെസോപ്പൊട്ടേമിയൻ, അവരുടെ ഇസ്ലാം രാജ്യങ്ങളാണ് വരിക. അപ്പോൾ അവിടെ ഇതിൻ്റെയൊക്കെ ഹാർട്ടിൽ വേറൊരു പീപ്പിളുണ്ട്. യസീദി എന്ന് പറയുന്ന കുറച്ച് ആളുകളെ പറ്റി പറയുന്നുണ്ട്. യസീദികളുടെ ഒരു മിനിറ്റോ 2 മിനിറ്റോ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഈ എപ്പിസോഡ് അറിയണമെങ്കിൽ, നിങ്ങൾക്ക് എന്താണ് സംഭവം എന്ന് അറിയണമെങ്കിൽ യസീദികളെ പറ്റി മനസ്സിലാക്കണം. അപ്പോൾ ഈ യസീദി പീപ്പിൾ എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ അവരെ ഇക്വേറ്റ് ചെയ്തേക്കുന്ന ഏകദേശം ഒരു 8 ലക്ഷം to 3 ലക്ഷം ആളുകളുടെ ഇടയിൽ അവരുടെ നമ്പർ നിൽക്കും. 5 ലക്ഷം. അതെ, യസീദി എന്ന് പറയുന്ന റിലീജിയൻ ട്രൈബല്ല, അവർ കൾച്ചറലായിട്ട് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോഴും ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ യസീദി എന്ന് പറയുന്ന അവരുടെ മതം അവർ വെളി പറയത്തില്ല. അപ്പോൾ ഏകദേശം 5 ലക്ഷം ആവാം, 3 ലക്ഷം ആവാം, 7 ലക്ഷം ആവാം, അതിനിടയിലേ അവരിപ്പോൾ ഉള്ളൂ. എത്ര ആണെന്ന് കറക്റ്റായിട്ട് സെൻസസ് ഇല്ല. അപ്പോൾ യസീദി ഈ അറബുകളുടെ ഹാർട്ടിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുക. അവർ മുസ്ലിംസ് അല്ല, അവർ ഇസ്ലാം ഫോളോ ചെയ്യുന്നുമില്ല. അപ്പോൾ അവർ എന്താണ് ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലീജിയൻ, അറബികൾക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലീജിയനാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ അവർ ഫോളോ ചെയ്യുന്ന റിലീജിയനെ പറ്റിയും അവർ ഫോളോ ചെയ്യുന്ന കൾച്ചറിനെ പറ്റിയും ഭയങ്കരമായിട്ട് സെൻസേർഡ് ചെയ്ത് വെച്ചേക്കാണ്. ഒരു മീഡിയയും ഇതുവരെ അത് കവർ ചെയ്യത്തില്ല. കേരളത്തിലൊന്നും ഒരിക്കലും യസീദികളെ പറ്റി ഒരു വാർത്ത പോലും വരത്തില്ല. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, ജനൻ ടി വിയിലല്ലാതെ. ഞാൻ ഡൗട്ട് ചോട്ടെ, ഈ യസീദി ഒരു സബ് ബ്രാഞ്ച് ഓഫ് ഇസ്ലാം ആണോ? നോ, യസീദി എന്ന് പറയുന്നത് അവിടെ പണ്ട് തൊട്ടേ ഉള്ള, ഞാനത് പറഞ്ഞു തരാം, അവിടെ ഉള്ളവരാണ്. ഇപ്പം അവരെ കോൺകർ ചെയ്ത് ഇസ്ലാമുകളാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ആദിവാസികളെല്ലാം ക്രിസ്ത്യാനികളല്ലേ. അതെന്തുകൊണ്ടാ? ഒന്നെങ്കിൽ അരി വാങ്ങിക്ക് കൺവേർട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ നിന്റെ തല വെട്ടും. സോ ദേ നാച്ചുറലി കൺവേർട്ട്. അപ്പോൾ എങ്ങനെ ഇത് പബ്ലിക് ആയാൽ എന്തു പറ്റും, എന്തുകൊണ്ടാണ് ഇത് സെൻസർ ആവുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം ആളുകൾ ഈ ട്രൂത്ത് റിയലൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇസ്ലാം എന്ന റിലീജിയൻ നമുക്കറിയാവുന്ന പോലെ ഒരു മതം അതൊരു ഹിന്ദു മതമായി തന്നെ മാറിയേക്കാം. അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളാണ് യസീദിയുടെ കൾച്ചറിൽ ഒളിഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഹിന്ദു കൾച്ചേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് കാസ്റ്റുകളുണ്ട്, ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് ഹിന്ദുയിസം ഉണ്ട്. ഇപ്പോൾ ജൈനിസം, സിഖിസം, ബുദ്ധിസം എന്നൊക്കെ പറയുന്ന പോലെ ഒരെണ്ണമായി പോയേക്കാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനോ സഹിക്കാനോ പറ്റുമോ? പറ്റത്തില്ല. എനിക്കും അത് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ അതാണ് ഞാൻ പറയുന്നത്, കഥ കേൾക്കുക, നിങ്ങൾക്ക് കിട്ടേണ്ടതിൽ കൂടുതൽ കിട്ടും. അപ്പോൾ ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണെന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഇത് ഒരു കഥ മാത്രമായിട്ട് പറയാണ്, ഇത് ഞങ്ങളുടെ മാത്രം ഫൈൻഡിങ്സ് ആണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സത്യമല്ല എന്ന് തോന്നിയാൽ ഐ ടോട്ടലി അക്സെപ്റ്റ്. എനിക്ക് ശരിയാവാം, ഞാൻ തെറ്റ് പറയാം, ഞാൻ കള്ളത്തരം പറയാം, ഞാൻ പലതും പറയാം. ഇതൊരു പോഡ്കാസ്റ്റാണ്, ഇറ്റ് ഈസ് എൻ എൻ്റർടൈൻമെൻറ്റ് ചാനൽ. യു ജസ്റ്റ് സ്പെൻഡ് 1 hour ഹിയർ. അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളെ പാട് നോക്കി പോവാം. നല്ല വീഡിയോ ഉണ്ടല്ലേ? ചെറുതായിട്ട് ഇല്ലാതെ ഞാൻ പറയൂല എനിക്ക്. സോ ഞാനിപ്പോൾ ഒരു പിക്ക് കാണിച്ച് നമുക്ക് തുടങ്ങാം. ഈ ഒരു പിക്ക് തമിഴ്നാട്ടിലുള്ള ഒരു വില്ലേജിലെ ഒരു അമ്പലമാണ്. നിങ്ങളെല്ലാം പലരും ഈ അമ്പലം കണ്ടിട്ടുണ്ടാവും, ചിലവർ കണ്ടിട്ടില്ലായിരിക്കും. അത് അപ്പം പിക്ക് ഒന്ന് ഇട്ടേക്കണേ. അപ്പം ഇത് ഒരു ക്ലാസിക് തമിഴ് ടെമ്പിളാണ് അല്ലേ?
പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ ക്ലാസിക് തമിഴ് ടെമ്പിൾ നമ്മളുടെ നാട്ടിലല്ല ഉള്ളത്. ഇത് ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്ത് ലാഷിഷ് എന്ന് പറയുന്ന റീജിയണിൽ ഉള്ള യസീദികളുടെ ടെമ്പിളാണ്. ആ ടെമ്പിളിന് യസീദികളാണ് അവരുടെ ഓണേഴ്സും. ഇതൊരു ലോകത്തിലെ ഏറ്റവും സീക്രട്ടീവ് ആയിട്ടുള്ള റിലീജിയനുമാണ് യസീദി റിലീജിയൻ എന്ന് പറയുന്നത്. അപ്പം യസീദി പീപ്പിളിനെ വെച്ച് പറയുമ്പോൾ അവരുടെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ അവർ പറയുന്നത് സക്സസേഴ്സ് ഓഫ് ദ ഗ്രേറ്റ് സദേൺ ലാൻഡ് എന്നാണ് യസീദികൾ പറയുന്നത്. യസീദികൾ തന്നെ യസീദികളെ പറ്റി പറയുന്നത് ഞങ്ങൾ ദ ഗ്രേറ്റ് സദേൺ ലാൻഡിൻ്റെ സക്സസേഴ്സ് ആണ്. അവർ തന്നെ പറയുന്നതാണിത്. അപ്പം പണ്ട് അവരുടെ ആൻസിസ്റ്റേഴ്സ് ഒരു ഗ്രേറ്റ് സദേൺ സൗത്ത് ലാൻഡിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തതാണെന്നും ആ ലാൻഡ് 10,000 കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ സിങ്ക് ചെയ്ത് പോയതെന്നും ഒക്കെ ഉള്ള കഥകൾ അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഒരു പിക്ക് കൂടെ കാണിക്കാം. നമ്മളുടെ തമിഴ്നാട്ടിലെ ഒരു പെൺകുട്ടി ഒരു ലാമ്പ് കത്തിക്കുന്ന ഫോട്ടോയാണ് ഇതിരിക്കുന്നത്. ജസ്റ്റ് ഒരു കാഷ്വൽ ഫോട്ടോ അല്ലേ? നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങളിത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഞാൻ പറഞ്ഞ സെയിം ആണെന്ന്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് തമിഴ്നാട്ടിലെ ഒരു പെൺകുട്ടിയല്ല. ഇത് നേരത്തെ കാണിച്ച യസീദികളുടെ ഇറാഖിലെ ടെമ്പിളിൽ ആ ടെമ്പിളിൻ്റെ വാളിൽ അവരുടെ ആൻസസ്റ്റേഴ്സിനെ വരച്ചു വച്ചേക്കുന്ന പടമാണ്. ഇറാഖിലെ ഒരു ടെമ്പിളിൽ അവരുടെ വാളിൽ വരച്ചു വച്ചേക്കുന്ന പടമാണ്. എന്ന് പറഞ്ഞാൽ ഈ പിക്ചർ വളരെ ഓൾഡാണ്. എന്ന് പറഞ്ഞാൽ അവർ യസീദികൾ തന്നെ പറയുന്നത് അവരുടെ ഇപ്പം നമുക്ക് എന്താ പറയുന്നത് ഖുറാനും ബൈബിളും ഗീതയൊക്കെ ഉണ്ട്. അതുപോലെ അവരുടെ യസീദികളുടെ കൾച്ചറിൽ നിന്നും ബുക്കുകളിൽ നിന്നും അവരുടെ ആൻസിസ്റ്റേഴ്സിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൻസിസ്റ്റേഴ്സിനെ അവരുടെ അമ്പലത്തിൽ നമ്മളിപ്പം ശിവനെ ഡിസ്ക്രൈബ് ചെയ്ത് വരച്ചു വെക്കത്തില്ലേ? ശിവനെ നമ്മൾ ആരും കണ്ടിട്ടില്ല. എഴുത്തി വെച്ചേക്കുന്ന ആളെ വരച്ചു വെച്ചേക്കുന്നതാണ് ശിവൻ. ജീസസിനെ നമ്മളാരും കണ്ടിട്ടില്ല. പറഞ്ഞു വരുന്ന സാധനം വരച്ചു വെച്ചേക്കുന്നതാണ് ജീസസ്. അതുപോലെ അവരുടെ ആൻസിസ്ട്രൽസിനെ എഴുതി വെച്ചേക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് വരച്ചു വെച്ചേക്കുന്നതാണ് ആ പടത്തിൻ്റെ ഇതിലുള്ളത്. ആ പടം ജനറേഷൻസ് ആയിട്ട് അവരത് മാഞ്ഞു പോകാൻ സമ്മതിക്കാതെ അവർ ഓരോ ജനറേഷൻ കഴിയുമ്പോഴും അത് പിന്നെയും പുതുക്കി കൊണ്ടുവരും. ഏകദേശം എന്താ പറയുന്നത് 5000 to 7000 വർഷങ്ങൾക്ക് മുന്നേ എഴുതിയ അല്ലെങ്കിൽ മുന്നേ ഉള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് അവരത് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ ആൻസിസ്റ്റേഴ്സ് എന്തുമാത്രം അഡ്വാൻസ്ഡ് ആയിരിക്കുന്നു എന്ന്. അപ്പോൾ അവർ വരച്ച ആ പടം അവരാരാധിക്കുന്ന രൂപം അവരുടെ ആൻസിസ്റ്റേഴ്സാണ്. ആ ആൻസിസ്റ്റേഴ്സിൻ്റെ രൂപം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊരു തമിഴ് പെൺകുട്ടിയാണ്. തമിഴ് പെൺകുട്ടി ഒരു വിളക്ക് കത്തിക്കുന്ന ഫോട്ടോയാണ് അവരിപ്പോഴും വെച്ച് ആരാധിക്കുന്നത്. മനസ്സിലായോ? അത് ഞാൻ ബാക്കി പറയാം. ഒരു മിനിറ്റ് നിങ്ങളത് ആലോചിച്ചാൽ ഇത് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് വളരെ ഫേക്കായിട്ട് സൗണ്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഈ പിക്ചർ ഫേക്ക് ആണോ എന്നൊക്കെ തോന്നും. ഒരു കാര്യം ഞാൻ പറയാം, വീഡിയോ ഇപ്പോൾ പോസ് ചെയ്തോളൂ. യസീദി ടെമ്പിളിൽ നിന്ന് പോയി സെർച്ച് ചെയ്യുക. യസീദി ടെമ്പിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്കപ്പോൾ ആ ടെമ്പിൾ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ യസീദി ടെമ്പിൾ വാൾ പിക്ചർ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളാ ഞാനിപ്പോൾ കാണിച്ച അതേ പിക്ചർ പിന്നെയും വരും. നിങ്ങൾക്ക് അപ്പോഴെങ്കിലും വിശ്വാസം വരും. ഇപ്പോൾ എന്ത് പറയുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ട്രൂ ആണെന്ന് പ്രൂവ് ആയ സ്ഥിതിക്ക് നിങ്ങൾ തന്നെ നിങ്ങളോട് 2 ചോദ്യം ചോദിക്കണം. നിങ്ങൾ എന്തുകൊണ്ട് മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇതുവരെ ഇതിനെപ്പറ്റി എന്തുകൊണ്ട് കേട്ടിട്ടില്ല എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ചോദിക്കണം. ഇത്രയും വലിയൊരു വേൾഡിലെ ഒരു അത്ഭുതം എന്തുകൊണ്ട് കേട്ടിട്ടില്ല എന്ന് ചോദിക്കണം. അതുപോലെ തന്നെ ഇത് സത്യമാണെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ഇതെന്താണ് മീൻ ചെയ്യുന്നത്, ഇതെങ്ങനെ വന്നു എന്നുള്ള അതിശയവും നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അവരുടെ തന്നെ റിലീജിയസ് ലീഡറുണ്ട്. കുർത്തോ ഹാജി ഇസ്മയിൽ എന്നാണ് അവരുടെ റിലീജിയസ് ലീഡറിൻ്റെ പേര്. അപ്പോൾ കുർത്തോ ഹാജി ഇസ്മയിൽ ഈ 2014-2010 കാലഘട്ടങ്ങളിൽ എല്ലാ സെൻസർഷിപ്പും തട്ടി എറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ ഒരു അനൗൺസ്മെൻ്റ് അങ്ങ് പുള്ളി നടത്തി. എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ കാത്തുകൊണ്ടുവരുന്ന സീക്രട്ടായിട്ട് ഞങ്ങൾ ജീവിക്കുകയാണ്, ഞങ്ങളെ കൊല്ലുകയാണ്, ഞങ്ങളെ സെൻസർ ചെയ്യുകയാണ്, ഇനി ഞങ്ങൾക്കത് പറയാൻ വയ്യ, ഇനി ഞങ്ങൾ സീക്രട്ട് ആവില്ല, ഞങ്ങളത് അനൗൺസ് ചെയ്യുവാണെന്ന് പറഞ്ഞിട്ട് അവരുടെ റിലീജിയസ് ലീഡർ, ഒരു ടോപ്പ് പൊസിഷൻ, അയാൾ വന്ന് പറയുവാണ് ഞങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് സൗത്ത് ഇന്ത്യയിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്തതാണെന്നും അവർ കുർഡിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് വന്നതും 7000 വർഷങ്ങൾക്ക് മുന്നേ കപ്പലിൽ വന്നവരാണെന്നുമാണ് റിലീജിയസ് ലീഡർ പറയുന്നത്.
നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു കോൺസ്പിറസി തിയറി അല്ല, ഇതൊരു റിലീജിയസ് ലീഡറാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ പോപ്പ് അനൗൺസ് ചെയ്യുവാണ് ജീസസ് ക്രൈസ്റ്റ് ജെറുസലേമിലാണ് ജീവിച്ചതെന്ന് പറയുന്നതാണ് ലോകം മുഴുവൻ വിശ്വസിക്കുന്നത്. തെളിവുകൾ പലതും ഉണ്ട്, പലതും ഇല്ല. ഇപ്പോൾ അതുപോലെ തന്നെ ഹിന്ദുസ് രാമായണത്തിനെ പറ്റി പറയുന്നു, അതുപോലെ തന്നെ ശിവൻ കൈലാസത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയുന്നു. അതുപോലെ ഒരു തെളിവും ഇല്ലതാണ് ഇതൊക്കെ ആളുകൾ പറയുന്നത്, ബുക്കുകൾ മാത്രം. ഇവിടെ തെളിവുകളും ഉണ്ട്, ബുക്കുകളും ഉണ്ട്. റിലീജിയസ് ലീഡറാണ് പറയുന്നത് ഞങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ഇന്ത്യയുടെ സൗതേൺ പാർട്ടിൽ നിന്ന് വരുന്നതാണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? പോപ്പ് എന്ത് പറയുന്നോ, കൈലാസത്തിൽ ശിവൻ എങ്ങനെയാണെന്ന് പറയുന്നോ, സെയിം ക്രെഡിബിലിറ്റി, മോർ എവിഡൻസ് ആണ് പുള്ളിക്കുള്ളത്. മനസ്സിലായോ? സെയിം ബട്ട് നോട്ട് ഡിഫറെൻറ്റ്. അപ്പോൾ ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ചെറിയൊരു കണക്ഷനും കൂടെ ഉണ്ട്. നമ്മൾ സൺ കലണ്ടറാണ് ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ടിരുന്നത് ഏപ്രിൽ മാസത്തിലാണ്. നമ്മളിപ്പം ആയാലും സൂര്യൻ കലണ്ടർ ഉപയോഗിച്ച് നോക്കുമ്പോൾ ഏപ്രിൽ മാസത്തിലാണ് നമുക്ക് ന്യൂ ഇയർ വരുന്നത്. ഏപ്രിൽ 13 to 17 നമുക്ക് ന്യൂ ഇയർ വരും. വെരി കോയിൻസിഡൻസ് എന്ന് പറയട്ടെ, യസീദികൾ ഇപ്പോഴും ന്യൂ ഇയർ ആഘോഷിക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ്. എല്ലാ വർഷവും ഏപ്രിൽ 17-നും 19-നും ഇടയ്ക്ക് നിൽക്കും. അവരിപ്പോഴും സൺ കലണ്ടറാണ് ഉപയോഗിക്കുന്നത്. അറേബ്യയിലോ ലോകത്തിൻ്റെ വേറെ ഒരു സ്ഥലത്തോ സൺ കലണ്ടർ ഇല്ല. മായൻസ്, യസീദീസ്, പിന്നെ ഇന്ത്യൻസ്, ഈ മൂന്നിടത്തെ സൺ കലണ്ടർ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റും കൂടെ തരാം. ഇത്രയും കേട്ടിട്ടും കിട്ടിയില്ലെങ്കിൽ, യസീദി എന്ന് പറയുന്ന വാക്ക് ഞാൻ നിങ്ങൾക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഇത് ഇപ്പോഴാണ് വിക്കിപീഡിയയും ബ്രിട്ടീഷേഴ്സും ഒക്കെ ഒന്ന് യസീദി എന്നൊക്കെ ആക്കിയത്. 1000 വർഷം അല്ലെങ്കിൽ പോട്ടെ ഒരു 50-100 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇപ്പോൾ ഉള്ളവർ തന്നെ അപ്പൂപ്പന്മാർ പറയുന്നത് ഞങ്ങൾ യസീദികളല്ല യസിദ്ദികളാണെന്നാണ് പറയുന്നത്. അവിടെ പോയി ചോദിച്ചാൽ അപ്പോൾ അവരുടെ പേര് യസിദ്ദി എന്നാണ് പറയുന്നത്. ഏൻഷ്യൻ സെൻ തമിഴിലും സംഘം ലിറ്ററേച്ചറിലും സദേൺ ലാൻഡ് അല്ലെങ്കിൽ സൗത്ത് എന്ന വാക്കിന് പറയുന്നത് YAA, യാ എന്ന വാക്കാണ്. യാ എന്ന് പറഞ്ഞാൽ താഴോട്ട്, സൗത്തിലോട്ട് എന്നാണ് പറയുന്നത്. സിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിഫിക് പീപ്പിൾ. യാ സിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാ എന്ന് പറയുന്ന സൗത്തും, സംഘം ലിറ്ററേച്ചറിലും ഇപ്പോൾ സെൻ തമിഴിലും യാ എന്ന് പറഞ്ഞാൽ സൗത്താണ്. സിദ്ധി എന്ന് പറഞ്ഞാൽ സിദ്ധാസ് അല്ലെങ്കിൽ സയൻറ്റിഫിക് പീപ്പിൾ എന്നാണ് പറയുന്നത്. സോ യാ സിദ്ധി അല്ലെങ്കിൽ യസീദി എന്ന് പറഞ്ഞാൽ സൗത്തിൽ നിന്ന് വന്ന സദേൺ സിദ്ധകളാണ് യാ സിദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെയിം അവർ തന്നെ പറയുന്നത്, ഞങ്ങൾക്ക് എങ്ങനെ യസിദ്ധി എന്ന് പറയുന്ന പേര് വന്നു എന്ന് ചോദിച്ചാൽ അവർ തന്നെ പറയുന്നത് ഞങ്ങൾക്കൊരു ഏൻഷ്യൻ്റ് ആൻസിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ആ ഏൻഷ്യൻ്റ് ആൻസിസ്റ്റേഴ്സിന് ഒരു ഏൻഷ്യൻ്റ് ലാംഗ്വേജ് ഉണ്ടായിരുന്നു. ആ ലാംഗ്വേജിലാണ് ഞങ്ങളെ യസിദ്ദീസ് എന്ന് വിളിക്കുന്നത്. ഞങ്ങളുടെ ലാംഗ്വേജിൽ യസിദ്ദീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് കഥയും അറിയാം, ഈ പേരും അറിയാം. ഇങ്ങനെയാണ് അവർ പോകുന്നത്. അപ്പോൾ അവരുടെ കൾച്ചറിൽ മാത്രമല്ല അവരുടെ പേരും തമിഴുമായിട്ട് 100% കോയിൻസൈഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു ചെറിയ ഇൻട്രസ്റ്റിംഗ് സാധനവും കൂടെ തരാം. നമുക്ക് സനാതന ധർമ്മത്തിൽ 7 സേജസിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. 7 സേജസ് എന്ന് പറഞ്ഞാൽ ദൈവം 7 സേജസിനെ ക്രിയേറ്റ് ചെയ്തു, ഭയങ്കര പവറുള്ള ആളുകളാണ്, എന്നിട്ട് ലോകം മുഴുവൻ വിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. യസീദി കൾച്ചറിലും 7 സേജസിനെ പറ്റി പറയുന്നുണ്ട്. യസീദി കൾച്ചറിൽ 7 സേജസിനെ അവർ വിളിക്കുന്നത് 7 ഏഞ്ചൽസ് എന്നാണ്. ഗോഡ് 7 ഏഞ്ചൽസിനെ ക്രിയേറ്റ് ചെയ്തു എന്നു. അങ്ങനെ യസീദി കൾച്ചറിൽ 7 ഏഞ്ചൽസും ഉണ്ട്. അതിനകത്ത് ഒരു ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ലീഡറിനെയാണ് അവർ ഏറ്റവും കൂടുതൽ വർഷിപ്പ് ചെയ്യുന്നത്. ദ ഗോഡ് ഓഫ് 7 സേജസ്, ദ ഗോഡ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ദ ഗോഡ് ഓഫ് വാർ. അയാളുടെ പേരാണ് മെലക് ടാവ് എന്ന് പറയുന്ന ഗോഡ്. മെലക് ടാവ് എന്ന് പറയുന്ന ഗോഡിനെയാണ് അവർ വർഷിപ്പ് ചെയ്യുന്നത്. ആ ഗോഡിനൊരു പ്രത്യേകതയുണ്ട്. ആ ഗോഡിനെ അവർ വിളിക്കുന്ന വേറൊരു പേരാണ് വാറിയർ പീകോക്ക് അല്ലെങ്കിൽ പീകോക്ക് വാറിയർ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് ഇറാഖ്, കുർഡിസ്ഥാൻ അല്ലെങ്കിൽ ഇറാഖിൻ്റെ സ്ഥലത്താണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇവരിപ്പോഴും ജീവിക്കുന്നത് ഇറാഖിൽ ഇന്നേ വരെ 1 മൈലിനെ പോലും കിട്ടിയിട്ടില്ല. ആ ഒരു സ്ഥലത്ത് മൈലില്ല. അത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളിലും ഇന്ത്യയിലും സഹാറയിലും ഒക്കെ അല്ല, മറ്റേ ആമസോണിലും ഒക്കെ ഉള്ള സാധനങ്ങളാണ്. ആമസോണിലും പോലും കാണത്തില്ല, ഇന്ത്യയിലൊക്കെയാണ് മയിലുള്ളത്. ആ മയിലിനെ അവര് ഇറാഖ് എന്ന് പറയുന്ന ഡെസേർട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പോലും ചത്തുപോയി സാധനം. മനസ്സിലായോ? അവർ അതിനെ ഗോഡായിട്ട് അവിടെ വർഷിപ്പ് ചെയ്യണമെങ്കിൽ ദേ ഹാഡ് ഔട്ട് സൈഡ് സോഴ്സസ്. അല്ലാതെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലയിൽ കുക്കുവാണ്. അപ്പോൾ ഈ മയിലിൻ്റെ ഹിസ്റ്ററി ഞാൻ പറഞ്ഞ പോലെ ഈ വാറിയർ ഗോഡ് വിത്ത്
പീകോക്ക് എന്ന് പറയുന്നത് വലിയൊരു കോയിൻസിഡൻസ് ആണ്. അവിടെ എങ്ങനെ ഈ മെലക്ടാവ് എന്ന് പറയുന്ന പീകോക്ക് വാരിയർ വന്നു എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ഇനി യസീദി കൾച്ചറിൽ മെലക്ടാവ് എന്ന് പറഞ്ഞാൽ ദ ഹയർ ഗോഡ്. അവരുടെ വാക്ക് ഈ 7 സിദ്ധന്മാരുടെ അല്ലെങ്കിൽ 7 ഏഞ്ചൽസിനകത്ത് ലീഡറാണ് മെലക്ടാവ് എന്ന് പറയുന്ന ആള്. അപ്പോൾ ഇവരുടെ കൾച്ചർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ലാംഗ്വേജും അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ തമിഴ് കൾച്ചറിലോട്ട് വരികയാണെങ്കിൽ, സംഘം ലിറ്ററേച്ചറും സെൻ തമിഴ് എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്ക് വരുവാണെങ്കിൽ, തവ അല്ലെങ്കിൽ തവം എന്ന് പറയുന്നത്, തപസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അസറ്റിക് എന്ന് വെച്ചാൽ ഒരു ഗുരു അല്ലെങ്കിൽ ഒരു സിദ്ധനെ പറ്റിയാണ് തവ എന്ന് പറയുന്ന വാക്ക് വരുന്നത്. അതുപോലെ തന്നെ മേലം എന്ന് പറയുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ മേലെ ഇരിക്കുന്നത്, ദ ഹയർ സാധനം അല്ലെങ്കിൽ മേലെ മുകളിലുള്ളത്. ആ മേലെ എന്ന് പറയുന്ന അല്ലെങ്കിൽ മേലക് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് അറബിലോട്ട് മാലിക് എന്ന് പറയുന്ന വാക്ക് വരുന്നത്. മാലിക് എന്ന് പറയുമ്പോൾ ഉടമസ്ഥൻ, ദ ടോപ്പ് അതോറിറ്റി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, തമിഴില് മെലക് താവു എന്ന് പറയുന്ന സാധനം ആണ് ദ ഹയർ ഗുരു ഓർ ദ ഹയർ സിദ്ധ, ദ ലീഡർ. മെലക് താവു എന്ന് തമിഴിൽ നിങ്ങൾ മെലക് താവു എന്ന് എഴുതി വെച്ചാൽ ദ ഗ്രേറ്റർ അല്ലെങ്കിൽ ഹയ്യർ സിദ്ധൻ അല്ലെങ്കിൽ ഹയ്യർ ഗുരു എന്ന് പറയും. മനസ്സിലായോ? മേലെ താവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് യസീദി കൾച്ചറിൽ അറേബ്യയിൽ മെലക് താവു എന്ന് പറയുന്നത് ദ ഹയ്യർ ഗോഡ്. മനസ്സിലായോ? മേക്ക് സെൻസ്. അപ്പോൾ ഇതെല്ലാം കോയിൻസിഡൻസ് ആവാം. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ, ഈ കൾച്ചർ, ഇതെല്ലാം ഡീകോഡ് ചെയ്ത് വരുമ്പോൾ എല്ലാ നെയിംസും എല്ലാ സ്ഥലത്തെയും തമിഴ് കൾച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്. അത് മാത്രമല്ല, ലോകത്തിലെ ഏത് തമിഴ് കൾച്ചറുമായിട്ട് കണക്റ്റഡ് ആയിട്ട് എടുത്ത ഒരാളായാലും അത് കണക്ട് ചെയ്ത് പോകുന്നത് ഒന്നെങ്കിൽ മുരുകൻ അല്ലെങ്കിൽ പീകോക്ക് അല്ലെങ്കിൽ കന്ദൻ അല്ലെങ്കിൽ അതുപോലെ മുരുകന്റെ പേരിലോട്ടുമാണ് പോകുന്നത് ലോകത്തെവിടേക്കും. അപ്പോൾ ഈ മെലക്താവ് ആരാണ്? മെലക്താവ് ഒരു ഹെഡ് സയന്റിസ്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ അഗ്രികൾച്ചറും മാജിക്കും ഒക്കെ കാണിക്കുന്ന ഒരു ഹെഡ് സയന്റിസ്റ്റ് ആയിട്ടാണ് അയാളെ പറയുന്നത്. അതുപോലെ തന്നെ യുദ്ധങ്ങൾ വരുമ്പോഴും പുള്ളിയായിരുന്നു തലവൻ എന്നായിരുന്നു പറയുന്നത്. അതുപോലെ തന്നെയാണ് മുരുകന്റെ പേര്. മുരുകന്റെ പേരെന്താണ്? സേനാ നായകനാണ്. തമിഴിൽ പോലും ഹീസ് ദ നായകൻ, ഹീസ് ദ ഹീറോ. മനസ്സിലായോ? സേന അധികാരി എന്നുള്ള പേരുണ്ട്. ഹീസ് ദ ലീഡർ ഓഫ് ദി സേന. സെയിം നെയിം, സെയിം കൾച്ചർ, ഡിഫറെന്റ് റിലീജിയൻ അല്ലെങ്കിൽ ഡിഫറെന്റ് റീജിയൻസ്. ലീഡർ പൊസിഷനിലാണ് പുള്ളിയെ പറ്റി പറയുന്നത്. ഇത്രയും ആയിട്ടും വിശ്വാസം വരാത്തവർക്ക് കുറച്ച് എക്സാമ്പിൾ കൂടി ഞാൻ തരാം. എന്ന് പറഞ്ഞാൽ യസീദി കൾച്ചറിൽ അവരുടെ ആൻസിസ്റ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗത്തിൽ നിന്നാണ് വരുന്നതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ സൗത്തിൽ നിന്ന് ഇവർ വന്ന റീജിയനും ഇവരുടെ കൾച്ചറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനത്തോലിയ എന്ന് പറയുന്ന റീജിയനിലാണ് ഇവർ വരുന്നത്. അനത്തോലിയ എന്ന് പറയുന്ന ഒരു വലിയ റീജിയനാണ്. ആ അതേ അനത്തോലിയാണ് ഇന്ന് നിങ്ങൾ മോഡേൺ മാപ്പിൽ ടർക്കി എന്നറിയപ്പെടുന്ന രാജ്യം. യെസ്, അനത്തോലിയാണ് ടർക്കി എന്നറിയപ്പെടുന്ന രാജ്യം. ഫോർമലി ഗവൺമെന്റ് പേര് മാറ്റിയതാണ്. വി ആർ ചേഞ്ചിങ് അനത്തോലിയ ടു ടർക്കി. ഇത്രയേ ഉള്ളൂ. അത് ഫോർമൽ സാധനമാണ്. അപ്പോൾ ഈ അനത്തോലിയയിലാണ് ഇവർ വന്നതെന്നും ഇവർ വന്നിറങ്ങിയ സ്ഥലം അദിയമാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണെന്നുമാണ് യസീദികൾ പറയുന്നത്. അപ്പോൾ ഈ ടർക്കിയിൽ അദിയമൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ടർക്കിക്കാർക്ക് പോലും അറിഞ്ഞൂടെ ഈ സ്ഥലത്തിന് എങ്ങനെ പേര് വന്നു. ഇവിടെ മാത്രമുള്ള കൾച്ചറും കാര്യങ്ങളും എല്ലാം വ്യത്യാസമാണ്. ഇവിടെ ഉള്ള ആളുകൾ യസീദികളാണ്, ബാക്കി ചുറ്റും മൊത്തം മുസ്ലിംസ് ആണ്. ഇവിടെ മാത്രം കുറേ യസീദികളുണ്ട്, വേറെ കുറച്ച് യസീദികളുണ്ട്. അപ്പോൾ ഈ അദിയമനെ പറ്റി നമ്മൾ പഠിക്കാൻ നോക്കി. അദിയമൻ എന്ന് പറയുന്നത് ഒരു റിയൽ പ്ലേസ് ആണ്, ഇന്നും ഉണ്ട്. അവിടുത്തെ ഒരു സിറ്റിയാണ്. നിങ്ങൾ ചുമ്മാ ADIYAMAN അദിയമൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ സിറ്റി ഇൻ ടർക്കി എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ ഇതിനെ നമ്മൾ തമിഴകമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയാൽ ആദി എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ്, പണ്ടത്തെ അല്ലെങ്കിൽ ഏൻഷ്യൻ്റ് എന്ന് പറയും. ആദി മനുഷ്യൻ എന്ന് നമ്മൾ പറയത്തില്ലേ, ദ ഫസ്റ്റ് അല്ലെങ്കിൽ ദ ഏൻഷ്യൻ്റ് എന്ന് പറയും. യമ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻ തമിഴില് ഞാൻ നേരത്തെ പറഞ്ഞു YAA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് എന്നാണ്. മനസ്സിലായോ? യമ്മൻ എന്ന് പറഞ്ഞാൽ സൗതേണർ എന്ന് മാത്രമേ സെൻ തമിഴിലും സംഘം ലിറ്ററേച്ചറിലും ഉള്ളൂ. അപ്പോൾ ആദി യമൻ എന്ന് പറഞ്ഞാൽ ദ ഏൻഷ്യന്റ് സദേണേഴ്സ്. മനസ്സിലായോ? യസീദികളുടെ കഥയിൽ പറയുന്ന അതേ സ്ഥലം ആദി യമൻ എന്ന് പറയുന്നതാണ് യസീദി വന്ന ആദ്യത്തെ സ്ഥലമെന്ന് യസീദികൾ പറയുന്നു. ആ സ്ഥലപ്പേര് നമ്മൾ തമിഴിൽ എടുത്ത് നോക്കുമ്പം ഏൻഷ്യന്റ് സദേണേഴ്സ്, ആദി യമ്മന്മാരുടെ സ്ഥലമെന്ന് പറയുന്നു. സെയിം നെയിം, സെയിം സ്റ്റോറി, സെയിം മീനിങ്. ഇപ്പോഴും കോയിൻസിഡൻസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ അനത്തോലിയ എന്ന് പറയുന്ന വാക്ക്, അതിനകത്തും ഒരു സാധനം ഒളിഞ്ഞിരിപ്പുണ്ട്. അനത്തോളിയ എന്ന് പറയുന്ന വാക്ക് 2 വാക്കുകൾ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് സെൻ തമിഴ് അല്ലെങ്കിൽ സംഘം ലിറ്ററേച്ചറിൽ അനൽ എന്ന് പറയുന്ന വാക്ക് റെഡ് എന്നാണ് പറയുക. എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ തമിഴിലൊക്കെ ഇപ്പോൾ കനൽ എന്ന് പറയും. കനൽ എന്ന് പറഞ്ഞാൽ റെഡ് ഹോട്ട് എന്നുള്ള സാധനമാണ്. കനൽ എന്നുള്ളത് റെഡ് ഹോട്ട്, അതാണ് അനൽ എന്ന് പറയുന്നത്.
തൊലിയ എന്ന് പറയുന്ന വാക്ക് സ്കിൻ എന്നാണ് പറയുക. അനൽത്തൊലിയ എന്ന് പറഞ്ഞാൽ ദ റെഡ് സ്കിൻഡ് പീപ്പിൾ എന്നാണ് അനൽത്തൊലിയ എന്നുള്ള വാക്കുകൾ വന്നത്. എന്ന് പറഞ്ഞാൽ ടർക്കി എന്ന് പറയുന്ന രാജ്യം മുഴുവൻ അനത്തൊലിയ എന്ന് പറയണമെങ്കിൽ ആ രാജ്യം മുഴുവൻ ഭരിച്ചിരുന്നത് അല്ലെങ്കിൽ ജീവിച്ചിരുന്നത് റെഡ് സ്കിൻഡ് പീപ്പിൾ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം സിംപിളി അനത്തൊലിയ എന്ന് പറഞ്ഞാൽ റെഡ് സ്കിൻഡ് പീപ്പിൾ ആണ്. ഏകദേശം കുറച്ച് സയന്റിഫിക് പ്രൂഫ് പറയുകയാണെങ്കിൽ 2000 വർഷങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ നേറ്റീവ് അമേരിക്കൻസ് എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ നേറ്റീവ് ഇന്ത്യൻസ് എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെയാണ് നമ്മളുടെ അനത്തോലിയയിൽ ജീവിച്ചിരുന്ന ആളുകളും ഇരുന്നത്. എന്ന് പറഞ്ഞാൽ നേറ്റീവ് അമേരിക്കൻസിനെ ആദ്യമായിട്ട് അമേരിക്കക്കാർ കണ്ടപ്പോൾ ഒരു പേര് വിളിച്ചിരുന്നു, റെഡ് ഇന്ത്യൻസ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവർ ചുമന്ന് തുടുത്ത് ബ്ലഡിന്റെ കളറിൽ ഇരുന്നത് ബ്ലഡ് ഇന്ത്യൻസ് എന്നും റെഡ് ഇന്ത്യൻസ് എന്നുമാണ് അവരെ വിളിച്ചത്. ഒരു പിക്ക് ഞാൻ കൊടുത്തേക്കാം റെഡ് ഇന്ത്യൻസിന്റെ. അപ്പോൾ ഈ റെഡ് ഇന്ത്യൻസ് സൗത്ത് അമേരിക്കയിൽ എങ്ങനെ വന്നോ അതുപോലെ തന്നെയാണ് ഈ റെഡ് സ്കിൻഡ് പീപ്പിൾ അനത്തൊലിയയിലും വന്നേക്കുന്നത്, അറേബ്യയിൽ വന്നത്. അതുപോലെ തന്നെ അവരുടെ സ്ഥലത്തിന്റെ പേര് തന്നെ റെഡ് സ്കിൻഡ് പീപ്പിൾ എന്നാ, അനത്തൊലിയ. തൊലിയ എന്നൊക്കെ പറഞ്ഞ തൊലി, നമുക്ക് തമിഴാണിത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇത് അനത്തൊലിയ ദ ലാൻഡ് ഓഫ് റെഡ് പീപ്പിൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് അറബി ഭാഷകളിൽ ഇതൊന്നും മാച്ച് ആവുന്നില്ല. എങ്ങനെ അനത്തൊലിയ എന്നുള്ള പേര് വന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടെ, ഞങ്ങളെ പൂർവികർ ഇട്ട പേരാ. അപ്പൊ പൂർവികർ എവിടുന്നാ വന്നത്? പൂർവികർ ഏതോ സദേൺ ലാൻഡിൽ നിന്നാ വന്നത്. ഇത്രേ അവർക്ക് അറിയത്തുള്ളൂ. സദേൺ ലാൻഡിലെ കൾച്ചറായ തമിഴ് എടുത്ത് ഡിസൈഫർ ചെയ്യുമ്പോഴാണ് അലത്തൊലിയ എന്ന് പറയുന്നത് റെഡ് സ്കിൻഡ് പീപ്പിൾ ആണ് എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? ഇതെല്ലാം സെന്തമിഴാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു പ്ലേസിന്റെ സിമിലാരിറ്റി അല്ലേ, ഇത്രയൊക്കെ പറഞ്ഞ് കാട്ടണോ, ഇത് കുറേയൊക്കെ തള്ളല്ലേ, നിങ്ങൾക്ക് തമിഴല്ലേ, അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ പേര് പറയുമ്പോൾ ഞാൻ പറയാം, ഒരു പ്ലേസ് അല്ല 2 പ്ലേസ് ഞാൻ പറഞ്ഞു. ഒന്ന് ആദിയമ്മൻ, ടർക്കിയിലെ സ്ഥലമാണ്. മനസ്സിലായോ? സ്റ്റോറിയും നെയിമും തമിഴുമായിട്ട് മാച്ചാണ്. രണ്ടാമത് പറഞ്ഞത് അനത്തോലിയ, റെഡ് പീപ്പിളിന്റെ സ്റ്റോറി, അതും സ്റ്റോറിയും നെയിമും പീപ്പിളും മാച്ച് ആവുന്നുണ്ട്. ഇത്രയും പോരാന്ന് പറയുന്ന നമ്മുടെ ഫേക്ക് കമന്റ് ഇടുന്നവന്മാർക്ക് വേണ്ടി ഞാൻ മൂന്നാമതൊരു എക്സാമ്പിളും കൂടെ പറയാം. കാരണം 15 എക്സാമ്പിൾ വേണമെങ്കിൽ എനിക്ക് ഇവിടുന്ന് പറയാൻ വേണ്ടിയുള്ള സാധനമുണ്ട്, സമയമില്ലാത്തതുകൊണ്ടാണ്. മൂന്നാമത്തെ എക്സാമ്പിളും കൂടെ കേട്ടോ. അവര് ഫേക്ക് കമന്റ് ഇടുന്നവർക്ക് വേണ്ടി മാത്രമാണ്. കുർഡിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം, കുർഡിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്തിലെ പേരെങ്ങനെ വന്നു എന്ന് കുർഡിസ്ഥാൻ പീപ്പിൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ റീജിയനിലെ ആളുകൾ എല്ലാം ചുമന്ന കളറാണ്. കുർഡിസ്ഥാൻ, അനത്തോലിയ എല്ലാം അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ഇറാഖ്, ഇറാൻ എന്നൊക്കെ പറയുന്ന പോലെ സെയിം പീപ്പിൾ ആയിരുന്നു. ദേ വേർ റെഡ് പീപ്പിൾ. അപ്പോൾ കുർഡിസ്ഥാൻ എന്ന് പറയുന്നവരോട് ചോദിക്കുമ്പോഴും പറയും ഞങ്ങൾക്ക് ഏൻഷ്യൻ്റ് ഒരു കഥയുണ്ട്, ഒരു ലെജൻഡ് ഉണ്ട്, ലെജൻഡ് ഓഫ് ദ റെഡ് പീപ്പിൾ. ഇവിടെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 5000 വർഷങ്ങൾക്ക് മുന്നേ എവിടുന്നോ വന്ന് റെഡായിട്ടിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവർ വന്നാണ് ഈ സ്ഥലത്തിന് പേരിട്ടതെന്നും അവരായിരുന്നു ഞങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് എന്നും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അവർക്ക് ഈ ലെജൻഡ് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഈ പേരെങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഒരു ഐഡിയ ഇല്ല. കുർദിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്തിന് പേരെങ്ങനെ വന്നു എന്ന് അറിയത്തില്ല. ഈ കഥ മാത്രമേ പണ്ട് വന്ന ചുമന്ന ആളുകളുടെ കഥ മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ എന്ന് പറയൂ. അപ്പോൾ നമ്മൾ നാച്ചുറലി ഉത്തരം കിട്ടാത്തതുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോവാം, സെന്തമിഴിലേക്ക് പോവാം. സെന്തമിഴ് വന്നാൽ കിട്ടാത്ത ഉത്തരങ്ങളെല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ കുർഡിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് സെന്തമിഴിൽ ഞാൻ പറയാണ് കുരുതി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് തമിഴില്. കുരുതി എന്ന് പറഞ്ഞാൽ വാക്കിന് ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ ബ്ലഡ് എന്നാണ്, ചോര. മനസ്സിലായോ? ചോര എന്നാണ്. തമിഴില് കുരുതി എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുരുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചോര കൊടുക്കുക. കുരുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആടിനെ അറുത്ത് ചോര കൊടുക്കുക, അതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. കുരുതി കൊടുക്കുക, ചോര കൊടുക്കുക. അപ്പോൾ ആൾറെഡി മെൻഷൻഡ് ഇൻ ദ ലെജൻഡ് കുർദിഷ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ റെഡ് കളർ ചോര പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. കുരുതി പീപ്പിൾ എന്ന് പറഞ്ഞാൽ ബ്ലഡ് പീപ്പിൾ. കുർദിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ചോര ആളുകളുടെ സ്ഥലം. മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വരുന്നത്? ഈ പേരൊന്നും ഇവർക്ക് എവിടുന്ന് വന്നെന്ന് ഒരു ഐഡിയ ഇല്ല. തമിഴ്നാട്ടില് പോയി നോക്കിയാലേ നമുക്ക് കിട്ടൂ. എന്നിട്ട് ഇവരോട് എങ്ങനെ ഈ പേര് വന്നു എന്ന് ചോദിച്ചാൽ അവർ പറയും അറിഞ്ഞൂടാ, സൗത്തിൽ നിന്ന് വന്ന ആളുകൾ ഇട്ടതാ, 5000 വർഷങ്ങൾക്ക് മുന്നേ ഇട്ടതാ, അതൊരു ചുമന്ന ആളുകളുമായിരുന്നു. മനസ്സിലായോ? ഹെൻസ് പ്രൂവ്ഡ് ആണ്. ആളുകളുടെ പേര്, പ്ലേസസിന്റെ പേര് എല്ലാം തമിഴകമാണ്. അപ്പോൾ ഇത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പാടാന്ന് എനിക്കറിയാം. ഐ ആം വെരി സോറി. കാരണം ഇത്രയും എവിഡൻസ് നിങ്ങൾക്ക് തന്നിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇത് വിശ്വസിച്ചില്ല എങ്കിൽ ഞാനൊരു പൊട്ടനായിരിക്കണം. മനസ്സിലായോ? ഇത്രയും എവിഡൻസ് ഞാൻ ഫസ്റ്റ് ഹാൻഡിൽ പഠിക്കുമ്പോൾ ഇത് തെറ്റാണ് എന്ന് എനിക്ക് 100 കാര്യങ്ങൾ എവിഡൻസ് ചെയ്തിട്ട് ഈ 100 എണ്ണവും കോയിൻസിഡൻസ് ആയിരിക്കണം എന്ന് ഞാൻ പറയണമെങ്കിൽ ഞാനൊരു പൊട്ട് കേസായിരിക്കണം. അൺഫോർച്ചുനേറ്റ്ലി ഞാനതല്ല. സോ അതുപോലെ ഞാൻ പറയാണ്,
എന്താ പറയുക, ഒരു സ്ട്രൈക്കിംഗ് സിമിലാരിറ്റീസും കൂടി എനിക്ക് വന്നിട്ടുണ്ട്. കാരണം തമിഴ് ടെമ്പിൾസിൻ്റെ എക്സാക്ട് കോപ്പിയാണ് യസീദിയുടെ ടെമ്പിൾസ്. ഞാൻ ഫോട്ടോ കൊടുത്തേക്കാം. അതുപോലെ തന്നെ യസീദീസ് ഫോളോ ചെയ്യുന്ന റിച്വൽസ് ഫയർ റിച്വൽസ് ആണ്. തീയൊക്കെ ഇട്ട് ഒരു പാത്രത്തിനകത്തോട്ട് ഹോമം നടത്തുവാണ് യസീദി പീപ്പിൾ. അതുപോലെ തന്നെ യസീദി പീപ്പിൾ ബിന്ദി അല്ലെങ്കിൽ പൊട്ട് തൊടും. റിച്വലിൻ്റെ സമയത്ത് പൊട്ട് തൊടുന്ന ആളുകളാണ് യസീദി പീപ്പിൾ. അതുപോലെ തന്നെ തമിഴ് മുരുകൻ വർഷിപ്പ് പോലെ തന്നെയാണ് പീക്കോക്ക് വർഷിപ്പും വരുന്നത്. മനസ്സിലായോ? ഇതെല്ലാം സെയിം ആണ്. അത് മാത്രമല്ല, യസീദി പീപ്പിളും സൗത്ത് ഇന്ത്യൻ പീപ്പിളും മാത്രം ചെയ്യുന്നൊരു കാര്യമുണ്ട്, വിളക്ക് കത്തിക്കുക അല്ലെങ്കിൽ കുത്ത് വിളക്ക്. നമ്മുടെ വീട്ടിലും ഇരിപ്പുണ്ട് ഒരു വിളക്ക് വന്നിട്ട് മുകളിലൊരു മയില്. എന്തിനാ ആ മയിലെന്ന് എനിക്കും അറിഞ്ഞൂടാ, നിനക്കും അറിഞ്ഞൂടാ. ഇത് സൗത്ത് ഇന്ത്യൻ പീപ്പിളിൻ്റെയിലും ഉണ്ട്, യസീദികളുടെയിലും ഉണ്ട്. മനസ്സിലായോ? മയിലുള്ള വിളക്ക് കത്തിക്കുന്നത് അത് പീക്കോക്ക് വർഷിപ്പാണ്. അപ്പം എന്തുകൊണ്ട് ഇതെല്ലാം സെൻസർ ചെയ്യപ്പെടുന്നു, യസീദികളെ സെൻസർ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി വരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇസ്ലാമിൻ്റെ ഹേർട്ട് ലാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ സ്തംഭ സ്ഥലത്ത് അവരുടെ ആൻസിസ്റ്റേഴ്സ് പൂജിച്ചുകൊണ്ടിരുന്നത് മുരുകനാണെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒന്ന്, ഏൻഷ്യന്റ് ഇസ്ലാം എന്ന് പറയുന്നത് മുരുകൻ ഭക്തനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇസ്ലാംസ് എന്ന് പറഞ്ഞാൽ മുരുകനെ ഭക്തിച്ചുകൊണ്ടിരുന്ന ആളുകളായിരുന്നു പറയാം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, അറേബ്യ മൊത്തം അങ്ങാരുടെ ആയിരുന്നു എന്ന് പറയാം. മനസ്സിലായോ? അയാൾ സനാതന ധർമ്മം ഉണ്ടാക്കിയെങ്കിൽ അകന്ത ഭാരത് എന്ന് പറയുന്ന കന്തന്റെ ഭാരതം അറേബ്യയിലുണ്ടെന്നുള്ള തെളിവുകളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവരെ എങ്ങനെയാണ് സെൻസർ ചെയ്യുന്നു ഞാൻ എപ്പോഴും പറയുന്നു. എങ്ങനെയാണ് ഇവരെ സെൻസർ ചെയ്യുന്നതെന്നും കൂടെ ഞാൻ യസീദികളുടെ കഥ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് 100% എനിക്ക് അറിഞ്ഞിരിക്കണം എന്നുണ്ടായതുകൊണ്ട് ആഡ് ചെയ്തതാണ്. രണ്ട് രീതിയിലുള്ള സെൻസർഷിപ്പാണ് അവർ ചെയ്യുന്നത്. ഒന്ന്, ഓൺലൈൻ സെൻസർഷിപ്പ്. നമ്മൾ എന്ത് ഡീറ്റെയിൽസ് എവിടെ ഇട്ടാലും ഇൻക്ലൂഡിങ് ദിസ് വീഡിയോ അതിന് സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. റീൽസ് ഇറക്കിയാൽ 2 ആഴ്ച കഴിഞ്ഞ് ഡിലീറ്റ് ആയി പോകും. യസീദികളെ പറ്റി എന്ത് ചെയ്താലും അത് ഡിലീറ്റ് ആയി പോകും. രണ്ടാമത്തേത് ഫിസിക്കൽ സെൻസർഷിപ്പ്. ഫിസിക്കൽ സെൻസർഷിപ്പിന് യസീദികൾക്ക് ഒരു റെക്കോർഡ് വരുന്നുണ്ടെന്ന്. 74 ജനസൈഡാണ് അവർ ഇത്രയും നാളായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ട അനുഭവിച്ചിട്ടുള്ളത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അവർ മില്യൺസ് ഓഫ് പീപ്പിൾ, അറേബ്യ മുഴുവൻ ഇവരായിരുന്നു. കാരണം ഇറാഖിൽ നിന്ന് നമ്മൾ മുരുകൻ്റെ സ്റ്റാച്ചു എടുത്തെന്ന് പറഞ്ഞു, ഇറാനിൽ നിന്ന് എടുത്തത് പറഞ്ഞു, സൗദിയിൽ നിന്ന് ഇപ്പോൾ എടുക്കുന്നതെന്ന് പറഞ്ഞു. മില്യൺസ്, കോടിക്കണക്കിന് ആളുകളാണ് അറേബ്യയിലുണ്ടായിരുന്നത്. ഇപ്പോൾ അവർ 3 to 4 ലക്ഷം പേരേ ഉള്ളൂ മൊത്തത്തിൽ ഒരു പ്ലാനറ്റിൽ. മനസ്സിലായോ? അപ്പോൾ അവർ 74 റെക്കോർഡഡ് ജെനസൈഡാണ് അവരുള്ളത്. എന്ന് വെച്ചാൽ പാലസ്തീൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തത് നിങ്ങൾ കണ്ടു. ഏകദേശം മറ്റേ മ്യൂസിക് ഫെസ്റ്റിവലിന് മുകളിൽ നിന്ന് ഒന്ന് വെടിവെച്ച് 300 പേരോ 270 പേരെയോ ജെനസൈഡ് ചെയ്തു. 270 പേരോ 300 പേരോ ജെനസൈഡ് ചെയ്തെന്ന് പറഞ്ഞ വലിയ കൊടും ഭീകരത കണ്ട് നമ്മൾ കരയുന്നു, പ്രൊട്ടസ്റ്റ് വരുന്നു, യുദ്ധം വരെ നടന്നു. 300 പേരുടെ ജെനസൈഡ് വലിയൊരു സംഖ്യയാണ്. പക്ഷേ നമ്മുടെ യസീദികളെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ വെറും ചൂക്കി കണക്കുകളാണ്. ഇവിടെ മിനിമം 10K കാര്യങ്ങളേ ഉള്ളൂ. പറയുമ്പോൾ കോമഡി ആയിട്ട് വിചാരിക്കരുത്. ആളുകൾ മരിച്ചതും കുഞ്ഞുങ്ങൾ മരിച്ചതും അമ്മമാരെ കൊന്നതും ഒക്കെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾക്കിത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവണം. ഞാൻ ന്യൂസ് ക്ലിപ്പിങ്സ് ഒക്കെ കൊടുത്തേക്കാം. 10,000 പേരെ കുറഞ്ഞ് അവർ കൊല്ലത്തില്ല. ISIS അതുപോലുള്ള തീവ്ര മുസ്ലിം ഓർഗനൈസേഷൻസ് ഓരോ വർഷം കൂടുമ്പോൾ യസീദികളുടെ ടൗൺ അറ്റാക്ക് ചെയ്യും. രാത്രി തീയിടും. അച്ഛൻ, അമ്മ, കുഞ്ഞ്, അപ്പൂപ്പൻ എല്ലാവരെയും കത്തിച്ച് കളയും. നമ്മൾ ബൈബിളിലെ ഒരു എപ്പിസോഡ് ചെയ്തപ്പോൾ പണ്ട് ദൈവം ചെയ്യിപ്പിച്ച കഥകളെന്നൊക്കെ പറഞ്ഞ് ക്രൂര കഥകൾ നമ്മൾ വായിച്ചില്ലേ? അതേ കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? നമ്മളുടെ ഒരു ന്യൂസ് മീഡിയയിലും വരുന്നില്ല. ആകെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ 1-2 ക്ലിപ്പിങ്സ് ഞാൻ കൊടുക്കാം. ഇപ്പോഴും യസീദികളുടെ അമ്പലത്തിൻ്റെ, നമ്മളിപ്പോൾ 4Kയും സാറ്റലൈറ്റും വാഴയ്ക്കൊക്കെ ഉണ്ടായിട്ടും ആ അമ്പലത്തിൻ്റെ ഒരു 4K പിക്ചർ എനിക്ക് ഇടാൻ പറ്റുന്നില്ല, തരത്തില്ല. മനസ്സിലായോ? അതാണ്, ദാറ്റ് ഈസ് ദ ലെവൽ ഓഫ് സെൻസർഷിപ്പ്. ഗൈസ്, അതേപോലെ ഞങ്ങൾ യസീദികളുടെ അടുത്ത് ChatGPTയിലും ജെമിനയിലും ഒക്കെ ചോദിച്ചപ്പം തരുന്നില്ല ഇൻഫർമേഷൻ. അതുപോലെ തന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ട്. ഞാൻ ഇതിന് തംബ്നെയിൽ ഉണ്ടാക്കാൻ വേണ്ടി ChatGPTയോടൊന്ന് പറഞ്ഞു. ChatGPTയുടെ സ്ക്രീൻഷോട്ട് ഞങ്ങൾ ഇവിടെ ഇട്ടേക്കാം. ഉണ്ടാക്കി തരൂല എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനുശേഷം ഞാൻ ക്ലൗഡിനെ ഡൗൺലോഡ് ചെയ്തിട്ട് ക്ലൗഡിനോട് ചോദിച്ചു, ഞാൻ ഇതുപോലെ ഒരു എപ്പിസോഡ് ചെയ്ത് എനിക്ക് 2-3 ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഡൗട്ട് ചോദിച്ചപ്പോൾ ക്ലൗഡ് തന്ന ഉത്തരവ് എന്താ അറിയാവോ? ChatGPT വെച്ച് സെൻസർ ചെയ്തെങ്കിലും പറഞ്ഞു. ക്ലൗഡ് ഒറ്റ അടിയിൽ പരിപാടി നിർത്തി. ഐ എം അഫ്രൈഡ് ഐ കനോട്ട് ഹെൽപ്പ് യു വിത്ത് ദിസ് ആൻഡ് ഐ എൻകറേജ് യു നോട്ട് ടു കണ്ടിന്യൂ വിത്ത് ദിസ് പോഡ്കാസ്റ്റ്. ഇതാണ് ക്ലൗഡ് എന്നോട് പറഞ്ഞത്. മനസ്സിലായോ?
അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും, എന്തൊക്കെ കാരണമാണ് എന്നൊക്കെ നമ്മൾ ഈ ജനസൈഡും കാര്യങ്ങളും എല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. എന്തിന് 2014 ഈ കഴിഞ്ഞ 2014 അവരുടെ ലാസ്റ്റ് വലിയ ജനസൈഡ് നടന്നത്. ഒരു സ്റ്റാർ വാല്യൂ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഒരു ന്യൂസിലും വരത്തില്ല കേട്ടോ. ഏകദേശം 4000 പേര് റെക്കോർഡിക്കലി ഡെത്തായി. മനസ്സിലായോ? സിമ്പിൾ കാര്യം, 4000 പേരല്ലേ ഉള്ളൂ. അങ്ങനെ സഹികെട്ടാണ് 2014 അവരുടെ ലീഡർ അനൗൺസ് ചെയ്തു എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെയാണ് പുള്ളി അനൗൺസ് ചെയ്യുന്നത്, അവരുടെ കൾച്ചർ ഞങ്ങൾ നിങ്ങളുടെ ഇസ്ലാം കൾച്ചർ അല്ല, യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് മുരുകൻ കൾച്ചർ ഉണ്ട് എന്ന് പബ്ലിക്കലി സ്റ്റേറ്റ് ചെയ്തു. അങ്ങനെ യസീദികൾ 2014 ആദ്യമായിട്ട് തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഒരു ആർമിയെ വിളിച്ചു. ആ ആർമി സൗത്ത് ഇന്ത്യൻ ആർമിയാണ്, LMRK എന്ന് പറയുന്ന മുരുകൻ ആർമി. അത് സൗത്ത് ഇന്ത്യയിലെ ഒരു മുരുകൻ ആർമിയായിട്ട് ബന്ധപ്പെട്ട LMRK എന്ന് പറയുന്ന ഒരു രജിത് സാർ എന്ന് പറയുന്ന ഒരാളുടെ ഓർഗനൈസേഷനാണ്. അപ്പോൾ അയാൾ 2014, 2018, 2021 ഒക്കെ അവിടെ വിസിറ്റ് ചെയ്തു. അവർക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്തു. അവർ 2 ലീഡേഴ്സും തമ്മിൽ സംസാരിക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അത് മാത്രമല്ല, 2014 ഈ ഒരു അനൗൺസ്മെന്റ് നടത്തിയതിന് ശേഷം യസീദികളുടെ ലീഡർ നേരെ അമേരിക്കയിലെ വാഷിങ്ടണിലെ മുരുക ടെമ്പിളിൽ പോയി. മനസ്സിലായോ? അതൊക്കെ ഷോ ഓഫ് പവറാണ്. മുരുക ടെമ്പിളിൽ പോയി അവിടെ ഇരുന്ന് പൂജ ചെയ്തിട്ട് തമിഴ്നാട്ടിലെ മുരുകൻ ആർമി വന്ന് യസീദികളുടെ ടൗണിൽ ഒരു അമ്പലം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? തമിഴ്നാട്ടിലെ ഒരു ടീം യസീദികളുടെ ഇറാഖിൽ ചെന്നിട്ട് അമ്പലം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഏതെങ്കിലും മീഡിയ, ഏതെങ്കിലും ടിക്ടോക്ക്, ഏതെങ്കിലും റീൽ നിങ്ങൾ അതിനെപ്പറ്റി കണ്ടിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. റിലീജിയസ് ഷിഫ്റ്റാണ് നടക്കുന്നത്. പക്ഷെ അതൊരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? കണ്ടു കഴിഞ്ഞാൽ ഇസ്ലാം എന്ന സാധനം വീഴാൻ വരെ ചാൻസ് ഉണ്ട്. ആളുകൾ ഇതിനെ ചോദ്യം ചെയ്യും. ആളുകൾ ചോദ്യം ചെയ്താൽ പ്രശ്നമാണ്. ചോദ്യം ചെയ്യാതിരുത്തിയാൽ നോ പ്രോബ്ലം, എല്ലാവരും ഇത് വിശ്വസിച്ചോളും. ചോദ്യം ചെയ്താൽ പണി പാളും. കാരണം എഴുതി വെച്ചേക്കുന്നതും പറഞ്ഞു തന്നേക്കുന്നതും തെളിവുകളെല്ലാം എതിരാണ്. അപ്പോൾ എങ്ങനെ ഇത് സംഭവിച്ചു, എന്ത് സംഭവിക്കും എന്ന് പറയുന്നതിന് ഒരു ഉത്തരവും നമുക്ക് കിട്ടാതിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഉത്തരവായിട്ട് ശ്രീസ് പോഡ്കാസ്റ്റ് വരുന്നത്. ഈ പോഡ്കാസ്റ്റിൻ്റെ ചാപ്റ്റർ 2 നമ്മൾ കടക്കുവാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ് എപ്പിസോഡ്, ദ ഫൗണ്ടിങ് ഓഫ് ഇസ്ലാം. സോ നിങ്ങൾ എപ്പിസോഡിൻ്റെ തുടക്കം, ഇപ്പോൾ ചാപ്റ്റർ 2 തുടങ്ങുകയാണ്. എപ്പിസോഡിൻ്റെ തുടക്കം ഞാൻ പറഞ്ഞ അൽ ഖദിർ എന്ന് പറയുന്ന പേര് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. പേര് ഓർമ്മയുണ്ടോ? അൽ ഖദിർ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? ദ ഗ്രീൻ വൺ. ദ ഗ്രീൻ വണ്ണിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് അയാളെ പറ്റി ഡീകോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇസ്ലാമിൻ്റെ തുടക്കവും ഒറിജിനും ഒക്കെ മനസ്സിലാവും. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ലങ്കയിലേക്ക് പോവാം. ലങ്കയിലേക്ക് മുരുകൻ ഫ്ലഡിന് ശേഷം അവിടെ പ്രത്യക്ഷപ്പെട്ടു. അത് ചിലവർ പറയുന്നു മൈഗ്രേറ്റ് ചെയ്തു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ചിലവർ പറയുന്നു ജനിച്ചു എന്ന് പറയുന്നു. എങ്ങനെയായാലും നമുക്ക് നോക്കാം. അവിടെ ലങ്കയിലേക്ക് സിവിലൈസേഷൻ കൊണ്ടുവന്നു, അഗ്രികൾച്ചർ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ലങ്കയിൽ ഒരു ടെമ്പിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ മുരുകൻ അഗ്രികൾച്ചർ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് റിമെമ്പർ ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ലോർഡ് മുരുകൻ, അവർ പറയുന്നതാണ്, ലോർഡ് മുരുകൻ ലോകത്ത് ആദ്യമായിട്ട് കൾട്ടിവേഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ പ്രതീകമായി ഉണ്ടാക്കിയ ടെമ്പിളാണ്. അതിനെ റിമെമ്പർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ടെമ്പിൾ ആണെന്നാണ് പറയുന്നത്. ലങ്കയിലുള്ളത്, ശ്രീലങ്കയിലാണ് ഇപ്പോൾ അതുള്ളത്. അപ്പോൾ ഈ ടെമ്പിൾ ഇപ്പോഴും ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. ആ ടെമ്പിളിൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ കതിർക്കാമത്തിലുള്ള അമ്പലം, കതിർക്കാമം ടെമ്പിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ കതിർക്കാമം എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ഈ ടെമ്പിൾ ഉള്ളത്. കതിർക്കാമം എന്ന് പറഞ്ഞാൽ, കതിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കതിർ എന്ന് പറഞ്ഞാൽ മില്ലറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ എങ്ങനെയാ പറയാ? പാടത്തിനകത്ത് നെൽക്കതിർ എന്ന് കേട്ടിട്ടില്ലേ? നെൽക്കതിർ, അതാണ് കതിർ എന്ന് പറയുന്നത്. അപ്പം പാടങ്ങൾ ഉണ്ടായ സ്ഥലം, കതിർ എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടില്ലേ? നെൽക്കതിർ എന്നൊക്കെ പറയുന്നത് സെയിം സാധനം, കതിർ. കാമം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം മലയാളത്തിലെ അല്ല, തമിഴിലെയാണ്. കാമം എന്ന് പറയുന്നത് വില്ലേജ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം കതിർ കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ല് ഉൽപ്പാദിച്ച വില്ലേജ് എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? കതിർക്കാമം എന്ന് പറഞ്ഞാൽ മില്ലറ്റ് വില്ലേജ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ വില്ലേജ് എന്നാണ് കതിർക്കാമം എന്ന വാക്ക്. അതിപ്പോഴും ആ വില്ലേജിൻ്റെ പേര് കതിർക്കാമം എന്നാണ് ടിൽ ടുഡേ. അപ്പോൾ ഈ കതിർക്കാമം എന്ന് പറയുന്നത് റിലീജിയൻ അല്ലെങ്കിൽ റീജിയണൽ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തതാണെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ കുറേ സയൻറ്റിഫിക് എക്സ്കവേഷൻസും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് അവിടുത്തെ ഗവൺമെൻറ് പറയുന്നു ലോകത്തിൽ ആദ്യമായിട്ട് അഗ്രികൾച്ചറൽ എവിഡൻസ് കണ്ടുപിടിച്ചേക്കുന്നത് ഹ്യൂമൻ ഹിസ്റ്ററിയിൽ കതിർക്കാമത്തിലാണെന്ന് പറയുന്ന ആർട്ടിക്കിൾസും അവൈലബിൾ ആണ്. ലോകത്തിൽ ആദ്യമായിട്ട് അഗ്രികൾച്ചറൽ ടൂൾസും അഗ്രികൾച്ചർ ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 10,000 വർഷങ്ങൾക്ക് ശേഷം
ലാസ്റ്റ് ഫ്ലഡിന് ശേഷം ആദ്യമായിട്ട് അഗ്രികൾച്ചർ തുടങ്ങിയത് നമ്മളുടെ കതിർകാമത്തിലാണ്, ശ്രീലങ്കയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ സംഘം ലിറ്ററേച്ചറിലും തമിഴ് കൾച്ചർ ബുക്സിലും ഈ ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്ത, ഈ കതിർ കൾട്ടിവേറ്റ് ചെയ്ത മുരുകൻ ഏത് ക്രോപ്പാണ് കൾട്ടിവേറ്റ് ചെയ്തതെന്ന് വരെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ആ ക്രോപ്പിൻ്റെ പേരാണ് തിന്നൈ എന്നാണ് പറയുന്നത്. THINNAI എന്ന് ഇംഗ്ലീഷിൽ പറയും. തിന്നയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഫോക്സ് ടെയിൽ മില്ലറ്റ് എന്ന് പറയും. ഞാനൊരു പിക്ക് കൊടുത്തേക്കാം. ഫോക്സ് ടെയിൽ മില്ലറ്റ് നമുക്ക് ഇവിടെയൊക്കെ അവൈലബിൾ ആണ്. ശ്രീലങ്കയിലാണ് ഏറ്റവും കൂടുതൽ ഫോക്സ് ടെയിൽ മില്ലറ്റ് ഉള്ള രാജ്യങ്ങളിൽ ഒന്ന്. അതെന്ന് പറഞ്ഞാൽ അതിന് പേര് വരാൻ കാരണം ഫോക്സിന്റെ ടെയില് പോലെ ഇരിക്കും മില്ലറ്റ്, നമ്മൾ അരിയുടെ ഇരിക്കില്ലേ. അപ്പം അത് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിക്കുമ്പോൾ അതാണ് ഇപ്പോഴും മുരുകൻ അമ്പലങ്ങളിൽ മുരുകൻ താങ്ക്സ് ഗീവിങ് ഡേയ്സ് ഉണ്ട് വർഷത്തിലൊരിക്കൽ. ഇതെല്ലാം അഗ്രികൾച്ചർ തന്ന മുരുകന് ഒരു ദിവസം അമ്പലത്തിൽ ഉത്സവം വരുന്ന ദിവസമാണ് കാർത്തിക ദീപം ഫെസ്റ്റിവൽ. അത് എല്ലാ മുരുകൻ ടെമ്പിളിലും വരും. ആ മുരുകൻ ടെമ്പിളിൽ വരുന്നതെന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ വിക്ടറി, അല്ലെങ്കിൽ ഭൂമിയിൽ അഗ്രികൾച്ചർ തുടങ്ങിയ ദിവസം അവർ ആഘോഷിക്കുന്നതാണ് കാർത്തിക ദീപം വിക്ടറി എന്ന് പറയുന്നത്. അപ്പം ഈ കാർത്തിക ദീപം ഇത് ചെയ്യുമ്പോൾ അവർ മുരുകന് ഒരു പ്രസാദം കൊടുക്കും. മുരുകന് നമുക്കും ചെല്ലുന്നവർക്കും എല്ലാം ഒരു പ്രസാദം കൊടുക്കും. അത് ഇന്നും ഫോക്സ് ടെയിൽ മില്ലറ്റിൻ്റെ ഫ്ലോർ പൊടിച്ചിട്ട് സ്വീറ്റ്സുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സാധനമാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോഴും പളനി പോയാൽ കിട്ടുന്ന സാധനം എന്താണോ ആ സെയിം സാധനം, അത് ഫോക്സ് ടെയിൽ മില്ലറ്റ് ആണ്. തിന്നൈ അരിയും സ്വീറ്റ്സും കൂടെ മിക്സ് ചെയ്ത സാധനമാണ്. അപ്പോൾ സംഘം ലിറ്ററേച്ചറിൽ ഇതുപോലെ മുരുകൻ ഉണ്ടാക്കിയ ഒരു ക്രോപ്പിനെ പറ്റിയും കൂടി പറയുന്നുണ്ട്. ആ ക്രോപ്പിൻ്റെ പേരാണ് വള്ളിക്കിഴങ്ങ്. വള്ളിക്കിഴങ്ങ് എന്ന് പറയുന്നത് വള്ളിക്കിഴങ്ങ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. വള്ളിക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ് പൊട്ടറ്റോ ആണ്, മധുരമുള്ള സ്വീറ്റ് പൊട്ടറ്റോ. നിങ്ങൾ ഉണ്ടാവും ഓറഞ്ച് കളറിലിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ. ഈ ഇൻഫർമേഷൻ എല്ലാം വരുന്നത് സംഘം ലിറ്ററേച്ചറിൽ നിന്ന് ഡയറക്റ്റ് ആണ്. വള്ളി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, നമ്മളുടെ മുരുകൻ്റെ ഭാര്യയുടെ ഗോഡസ് ഓഫ് അഗ്രികൾച്ചറിൻ്റെ പേരാണ് വള്ളി എന്ന് പറയുന്ന കിഴങ്ങ്. അപ്പോൾ ചെറിയൊരു കാര്യമുണ്ട്, വള്ളി കിഴങ്ങ് എന്ന് പറയുമ്പോൾ അത് മുരുകൻ ദൈവം കൾട്ടിവേറ്റ് ചെയ്ത കിഴങ്ങിന് ഈ സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. 600 ടൈംസ് എന്താ പറയുന്നത് വിറ്റാമിൻ എ ഓഫ് ആൻ ആപ്പിൾ, 300 ടൈംസ് വിറ്റാമിൻ ബി. ലോകത്തിലെ ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സിംഗിൾ ഫുഡാണ് ലോകത്തിലെ. ഇതിനെക്കാട്ടി ന്യൂട്രീഷ്യസ് ആയിട്ട് ഒരു ഫുഡേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. അതാണ് സ്വീറ്റ് പൊട്ടറ്റോ. സ്വീറ്റ് പൊട്ടറ്റോയുടെ കാര്യമാണ് പറയുന്നത്. വള്ളിക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ഗോഡസ് ഓഫ് അഗ്രികൾച്ചർ, മുരുകൻ്റെ ഭാര്യയുടെ പേരിലാണ് ആ കിഴങ്ങ് വരെ ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് വള്ളിക്കിഴങ്ങ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട്, വള്ളി എന്നുള്ള പേര് കൊണ്ട് മാത്രം എങ്ങനെ ഇത് ഇയാൾ ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റും? സംഘം ലിറ്ററേച്ചറിൽ 6000 വർഷങ്ങൾക്ക് മുന്നേ എഴുതി വെച്ചു എന്നുകൊണ്ട് മാത്രം നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്ന് നിങ്ങൾ ആലോചിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കൂടെ തരാം. ന്യൂസിലൻഡിൽ ഒരു മിത്തോളജി ഉണ്ട്, അവരുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ മിത്തോളജിയാണ്. അവരുടെ ന്യൂസിലൻഡ് ആൻസിസ്റ്റേഴ്സ് പറയുന്നത്, ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ലായിരുന്നു, ഞങ്ങൾ ആഹാരമില്ലാതെ ഇറച്ചിയില്ലാതെ മഞ്ഞത്തൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നപ്പം ദൂരെ സദേൺ ലാൻഡിൽ നിന്ന് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നിന്ന് ഒരു സെയിലറും ടീമും വന്നു എന്നും ഞങ്ങൾക്ക് അഗ്രികൾച്ചർ തന്നു എന്നും അഗ്രികൾച്ചർ തന്നിട്ട് പോയി എന്നുമാണ് പറയുന്നത്. അവർ തന്നത് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും വിളയിക്കാവുന്ന, ഇത് മാത്രം തിന്നാൽ മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നു. ആ സാധനമാണ് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് അവർ ഇന്നും പറയുന്നു. ന്യൂസിലൻഡ് മിത്തോളജി നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും. മനസ്സിലായോ? കോയിൻസിഡൻസ് അവിടെ തീർന്നില്ല. ന്യൂസിലൻഡ് നേറ്റീവ് ലാംഗ്വേജിൽ സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് പറയുന്ന പേരെന്താണെന്നറിയാവോ? കുമര. മനസ്സിലായോ? ന്യൂസിലൻഡിലാണ് ഇത്, ഞാൻ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കുന്നതല്ല. ന്യൂസിലൻഡിൽ സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് പറയുന്ന വാക്കാണ് കുമര പൊട്ടറ്റോ. മനസ്സിലായോ? അതാണ് വ്യത്യാസം. അപ്പോൾ നമുക്ക് ആ പേരിനകത്ത് നമുക്ക് വേറെ എക്സ്പ്ലനേഷൻ ഒന്നും തരാനില്ല. കുമര എന്ന് പറഞ്ഞാൽ കുമരന്റെ പൊട്ടറ്റോ, വള്ളിക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ വള്ളിയുടെ കിഴങ്ങ്. നോ എക്സ്പ്ലനേഷൻ. യെസ്, മുരുകൻ. അപ്പോൾ മെനി ഡിഫറെൻറ്റ് കൾച്ചറിൽ മുരുകൻ ഇൻവെന്റഡ് അഗ്രികൾച്ചർ, അല്ലെങ്കിൽ മുരുവൻ ഗോഡ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഗോഡ് ഓഫ് സിവിലൈസേഷൻ ആൻഡ് ഗോഡ് ഓഫ് വാർ എന്നാണ് പറയുന്നത്. അപ്പം എല്ലാ ട്രഡീഷൻസും ഇയാൾക്ക് ചില പേരുകളും കൂടെ പറഞ്ഞിരുന്നു. എവിടെ ചെന്നാലും ഇയാൾ ക്രോപ്സ് ബ്രിങ് ചെയ്യും. ഏത് ഐലൻഡിൽ ചെന്നാലും, ഇപ്പം ന്യൂസിലൻഡിൽ ചെന്നാലും അവിടെ ചെന്ന് ഇയാൾ കൾട്ടിവേഷൻ ആണ് കൊടുത്തത്. മനസ്സിലായോ? അതുകൊണ്ടാണ് അവർ കുമരൻ എന്ന് പേരിട്ടത്. അപ്പം എല്ലായിടത്തും നിന്ന് ഇത് കൊടുക്കുമ്പോൾ ഇയാളെ തമിഴ്നാട്ടിൽ തന്നെ ഒരു പേര് വിളിക്കുന്നുണ്ട്, പച്ചൈ മനുഷ്യൻ. വേറെവർ ഹീ ഗോ ഹീ മേക്സ് ഇറ്റ് ഗ്രീൻ. മനസ്സിലായോ? ലോകം മുഴുവൻ പച്ച പടർത്താനായിട്ട് പോയ ആളാണ് മുരുകൻ.
അതുകൊണ്ട് അയാളെ തമിഴ്നാട്ടിലെ ഇപ്പോഴും ചില അമ്പലങ്ങളിൽ പച്ചൈ കോവിൽ മുരുകൻ കോവിലാണ്. മനസ്സിലായോ? ആ പച്ചൈ കോവിൽ, പച്ച ഡ്രസ്സൊക്കെ ഇട്ട് പച്ച തുണിയൊക്കെ ഇട്ട് നിൽക്കുന്ന മുരുകന്റെ ഒരു അമ്പലത്തിന്റെ പടം ഞാൻ കൊടുത്തേക്കാം വിശ്വാസം ഇല്ലാത്തവർക്ക്. അപ്പോൾ സെയിം റീസൺ മുരുകനെ കതിരൻ എന്ന് വിളിക്കുന്ന പേരുമുണ്ട്. ദ ബ്രിങ്ങർ ഓഫ് സീഡ്സ്. കതിർ എന്ന് പറയുന്നത് നെൽകതിർ എന്ന് പറയുന്ന പോലെ മുരുകനെ കതിരൻ സ്വാമി എന്ന് വിളിക്കുന്ന അമ്പലങ്ങളും ഉണ്ട്. മനസ്സിലായോ? കതിരൻ, കതിർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കതിർ മനുഷ്യർക്ക് തന്ന ആളാണ് കതിരൻ. ആ കതിർ തന്നെയാണ് കതിർ മുഖനെന്നും കതിർ സ്വാമി എന്നും ഒക്കെ പറയുന്നത്. ആ കതിരനാണ് ദ ഗ്രീൻ ഗോഡ് ഇൻ ഹിന്ദുവിസം. കതിരൻ. തൊട്ടപ്പുറത്താണെങ്കിൽ അൽ ഖദിർ, ദ ഗ്രീൻ പ്രോഫറ്റ് ഇൻ ഇസ്ലാം, ദ ഗോഡ് ഓഫ് അഗ്രികൾച്ചർ. മനസ്സിലായോ? ഇസ്ലാമിലെ പ്രോഫറ്റ് ആയിട്ട് പറയുന്ന അൽ ഖദിർ എന്ന് പറയുന്ന ആള് മുരുകൻ തന്നെയാണെന്ന് പറയാൻ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് 100% ട്രൂത്ത്. അൽ ഖദിർ, കതിരൻ. ഗോഡ് ഇൻ ഹിന്ദുവിസം, ഗോഡ് ഇൻ ഇസ്ലാം, ഗോഡ് ഓഫ് അഗ്രികൾച്ചർ, ഗോഡ് ഓഫ് അഗ്രികൾച്ചർ. പോകുന്നിടത്തെല്ലാം പച്ച കൊണ്ടുവരുന്ന, ഖുറാനിൽ എഴുതി വെച്ചേക്കുന്നതാണ്. അൽ ഖദർ പോകുന്നിടത്തെല്ലാം പച്ചയായിടും. അതുകൊണ്ട് ദ ഗ്രീൻ വൺ അൽ ഖദർ. അതുപോലെ തമിഴ്നാട്ടിൽ എഴുതി വെച്ചുകൊണ്ട് ഇയാൾ എവിടെ പോയാലും അവിടെ എല്ലാം പച്ചയാവും. അതുകൊണ്ട് പച്ചൈ സ്വാമി അല്ലെങ്കിൽ പച്ച മനുഷ്യൻ. മനസ്സിലായോ? അങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത്. ഇത്രയും എവിഡൻസ് നിങ്ങൾക്ക് കണ്ടിട്ട് ഈ എൻ്റെ വ്യൂവേഴ്സിന് ഒന്ന് ആലോചിക്കാൻ പറയാണ്. ഇപ്പോഴും നിങ്ങൾക്ക് കണക്ഷൻ ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ കതിർ കാമം എന്ന് പറയുന്ന വില്ലേജിൽ, കതിർകാമം എന്ന വില്ലേജിൽ ഞാൻ പറഞ്ഞൊരു ടെമ്പിളുണ്ട്. കതിർകാമം ടെമ്പിൾ എന്ന് പറയും. അതൊരു മുരുകൻ ടെമ്പിൾ ആണ്. അതിന് കതിരങ്ക ടെമ്പിൾ എന്നും പേരുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത് 300 മീറ്ററേ ഉള്ളൂ. നിങ്ങൾ ഗൂഗിൾ മാപ്സിൽ നോക്കാം. ഒരു റോഡ് തിരിഞ്ഞ് അപ്പുറത്തോട്ട് പോയാൽ അവിടെ ഒരു പള്ളിയുണ്ട്. ഭയങ്കര ഏൻഷ്യൻ്റ് ആയിട്ടുള്ളൊരു ആരാധനയിലായിരുന്നു. ഇപ്പോൾ അവിടെ മുസ്ലിംസ് അത് പള്ളിയാക്കി. ദാറ്റ് ഈസ് ക്വൈറ്റ് അക്സെപ്റ്റബിൾ. ആ പള്ളിയുടെ പേരെന്താണെന്നറിയാവോ? അൽ ഖദർ മോസ്ക് എന്നാണ് ആ പള്ളിയുടെ പേര്. മനസ്സിലായോ? അത് ശ്രീലങ്കയിലാണ്. കതിർകാമം വില്ലേജിൽ കതിരങ്ക ടെമ്പിളിന്റെ തൊട്ടപ്പുറത്തുള്ള, അവർ രണ്ടുപേരും ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. ആ പള്ളിയുടെ പേരാണ് അൽ ഖദർ മോസ്ക്. അതൊരു വളരെ ഓൾഡ് ആയിട്ടുള്ളൊരു മോസ്കാണ്. കതിർകാമം വില്ലേജിൽ ഇപ്പോഴും ഉണ്ട്, ഇന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കതിർകാമം വില്ലേജിലെ അൽ ഖദർ മോസ്ക് നമ്മളുടെ മുരുകനെ പറ്റിയാണ് അല്ലെങ്കിൽ അൽ ഖദറിനെ പറ്റി തന്നെയാണ് പറയുന്നതെന്ന് നോക്കാം. സോ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്കിതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് ഖുറാനിൽ തന്നെ എടുക്കാം. ഈ അൽ ഖദർ തന്നെയാണോ അൽ ഖദർ മോസ്കിലുള്ളതെന്ന് ഉറപ്പിക്കാൻ നമുക്ക് ഖുറാനിലോട്ട് തന്നെ പോവാം. അതിലും വലിയ തെളിവൊന്നും ഇല്ലല്ലോ. അപ്പം ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവം അല്ലാഹ് മോസസിനെ സെൻഡ് ചെയ്തു. എന്തിനാണ്? മോസസിനെ ഒരു കപ്പൽ യാത്രയിലേക്ക് പറഞ്ഞു വിട്ടു. എന്തിനാണ് പറഞ്ഞു വിടുന്നതെന്ന് വെച്ചാൽ അൽ ഖദർ എന്ന് പറയുന്ന ആളെ കണ്ടെത്തണമെന്നും അയാളുടെ കയ്യിൽ നിന്ന് സ്പെഷ്യൽ നോളജ് അക്വയർ ചെയ്യണമെന്നും നമ്മളുടെ ലാൻഡിലെ നടക്കുന്ന ഡ്രോട്ടും ആഹാരമില്ലായ്മയും കാര്യങ്ങളും എല്ലാം അയാൾ വിചാരിച്ചാലേ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അള്ളാഹു മോസസിനെ പറഞ്ഞു വിടുകയാണ് അൽ ഖദറിനെ കണ്ടുപിടിക്കാൻ. എങ്ങോട്ടേക്കാണ് പറഞ്ഞു വിടുന്നത്, എന്താണ് പറഞ്ഞു വിടുന്നതെന്നെല്ലാം മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ചാപ്റ്ററിന്റെ തുടക്കം പറഞ്ഞ വേഴ്സിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഥയിൽ ഖുറാനിൽ ബാക്കി പറയുന്നതെന്ന് പറഞ്ഞാൽ മോസസ് അൽ ഖദറിനെ മീറ്റ് ചെയ്യുന്നത് ഒരു ഐലൻഡ് നേഷനിൽ വെച്ചാണ്. മനസ്സിലായോ? ആ ഐലൻഡ് നേഷൻ എവിടെയാണെന്ന് മോസസിന് അറിഞ്ഞുകൂടാ. മാത്രമല്ല മോസസ് പറയുന്നുണ്ട്, ആകെ അറിയാവുന്നത് ആ ഐലൻഡിൽ ലെഫ്റ്റിലോട്ട് ഒരു കടലും റൈറ്റിലേക്ക് വേറൊരു കടലുമാണെന്നാണ് ഞാൻ അവിടെ നിന്ന് അറിഞ്ഞതെന്നാണ് മോസസ് തിരിച്ചു വന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഖുറാനിലുള്ളതാണ്. അൻ ഐലൻഡ് ബിറ്റ്വീൻ 2 seas, 2 കടലിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഐലൻഡ് നേഷനെ പറ്റിയാണ് പറയുന്നത്. ഒന്നും സംശയം വേണ്ട, ലെഫ്റ്റിലുള്ള അറേബ്യൻ സീയും റൈറ്റിലുള്ള ബേ ഓഫ് ബംഗാളിൻ്റെയും നടുക്ക് നിൽക്കുന്ന ഒരേ ഒരു ഐലൻഡാണ് ശ്രീലങ്ക. മനസ്സിലായോ? അവരവിടെ വെച്ചാണ് മീറ്റ് ചെയ്തത്. അവരവിടെ വെച്ചാണ് അൽ ഖദറിനെ കണ്ടുമുട്ടുന്നത്, ടെക്നോളജി എടുക്കുന്നത്, പോകുന്നത് എല്ലാം. അത് ലങ്കയിൽ വെച്ചാണ്. അവിടെ ചെന്ന് അൽ ഖദറിന് വേണ്ടി അവർ സഹായിച്ചതിനും നന്ദി സൂചകമായിട്ട് അൽ ഖദറിനെ സ്ഥാപിക്കാൻ വേണ്ടി ഒരു സ്ഥലവും പണിഞ്ഞ് ഒരു വീടും ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. ആ വീടാവാം ഇന്ന് അൽ ഖദർ മോസ്കായിട്ട് മാറിയതെന്നും സ്കോളേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഈ കോയിൻസിഡൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ലങ്കൻ കഥ ഖുറാനിലുള്ളത് മാത്രമല്ല, ലങ്കയിലെ ടൗൺ ആണ് കതിർകാമം. ആ കതിർകാമം ടൗണിലാണ് അൽ ഖദർ മോസ്കും കതിരൻ ടെമ്പിളും ഉള്ളത്.
മനസ്സിലായോ? ഇത് ഈ നൂറുകണക്കിന് കോയിൻസിഡൻസ് വരുന്നത് ഇപ്പൊ എനിക്ക് ഡൗട്ട് ഇല്ലാതായി. കാരണം ദീസ് ആർ നോട്ട് കോയിൻസിഡൻസ്. ഇതൊന്നും വെറും കോയിൻസിഡൻസ് അല്ല. അപ്പോൾ നിങ്ങളിപ്പോൾ പാറ്റേൺ മനസ്സിലാക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ ഒരു ഫർദർ പ്രൂഫും കൂടെ തരാം. എന്ന് പറഞ്ഞാൽ അൽ ഖദർ എന്ന് പറയുന്നത് ഈ ഖുറാനിലെ കഥ നിങ്ങൾ വിശ്വസിക്കുന്നത്, നിങ്ങൾ ഖുറാനിലെ എല്ലാം വിശ്വസിക്കും, ഈ കഥ മാത്രം വിശ്വസിക്കുന്നില്ല എന്നുള്ളവരും ഉണ്ടാവും. അവർക്ക് ഞാൻ പുതിയൊരു നോളജും കൂടെ തന്നേക്കാം. എന്ന് പറഞ്ഞാൽ ഇറാനിൽ ഒരു മോസ്ക് ഉണ്ട്. ആ മോസ്കിൻ്റെ എന്താ പറയുന്നത് പേരാണ് കും റീജിയൻ എന്ന് പറയുന്ന റീജിയനിലെ ഒരു മോസ്കാണ് വരുന്നത്. അത് വളരെ അൺയൂഷ്വൽ മോസ്കാണ്. ആ മോസ്കിൻ്റെ പേരെന്താണെന്നറിയാവോ? അൽ ഖദർ മോസ്ക് എന്നാണ് ആ മോസ്കിൻ്റെ പേര്. അതൊരു ഹില്ലിൻ്റെ മണ്ടയിൽ സിറ്റുവേറ്റ് ചെയ്തേക്കുന്ന ഒരു മോസ്കാണ്. ഞാനൊരു പടം കൊടുക്കുമ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ, ബിഫോർ ഇസ്ലാം പ്രീ ഇസ്ലാമിക് മോസ്കാണിത്. ഏകദേശം 3000 വർഷം പഴക്കമുള്ള ഒരു മോസ്കാണ് ഡേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ മോസ്കായിട്ട് കിട്ടിയത്. കും റീജിയനിലെ അൽ ഖദർ മോസ്ക് 3000 വർഷം പഴക്കമുണ്ട്. ഇസ്ലാമിന് 3000 വർഷം പഴക്കമില്ല, 1200 വർഷം പഴക്കമുള്ളൂ. ഇസ്ലാം ഉണ്ടാവുന്നതിൻ്റെ 2 ഇരട്ടി മുന്നേ സമയത്ത് ആയിരക്കണക്കിന് 3000 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ഒരു മോസ്കാണിത്. ആ മോസ്കിൻ്റെ ഒരു പടം ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കാം. മനസ്സിലായോ ഗൈസ്? ഇത് പളനി അല്ല, ഇത് ഇറാനിലെ ഒരു ടെമ്പിളാണ്. സത്യമായിട്ടും ഇത് പളനിയുടെ പടമല്ല, ഇത് ഇറാനിലെ ഒരു ടെമ്പിളാണ്, മുരുകൻ ടെമ്പിൾ അല്ലെങ്കിൽ അൽ ഖദർ ടെമ്പിൾ എന്ന് പറയും. അപ്പോൾ തമിഴിൽ ഒരു വാക്കുണ്ട്, കുன்று ഇരിക്കും ഇടമെല്ലാം കുമരൻ ഇരിക്കും ഇടം. അന്ന് തമിഴിലെ സംഘം ലിറ്ററേച്ചറിലും എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വേറെവർ ദർ ഈസ് എ ഹിൽ ദർ ലിവ്സ് മുരുകൻ. മലയാളത്തിൽ പറഞ്ഞാൽ എവിടെങ്കിലും ഒരു കുന്നോ മലയോ ഉണ്ടെങ്കിൽ അതിന് മുകളിൽ മുരുകനെ സ്ഥാപിച്ചിട്ടുണ്ടാവും. മനസ്സിലായോ? ഇത് സോളിഡ് എവിഡൻസിനെ പിന്നെയും സോളിഡിഫൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അത് മാത്രമല്ല, ആ ഹില്ലിൻ്റെ പേരെന്താണെന്നറിയാവോ? കും ഹിൽ എന്നാണ് പറയുന്നത്. കുംറൻ എന്ന് പറയുന്ന റീജിയനിലെ കും ഹില്ലാണ് ആ സാധനം വരുന്നത്. കുമ്രൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മുരുകനാണ്. ഇതെല്ലാം എങ്ങനെ എല്ലായിടത്തും പോയാലും എവിടെ പോയാലും ഇതെല്ലാം ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത് നമുക്ക് ഇഗ്നോറൻ്റ് ആവാം, നമുക്ക് പല കാര്യങ്ങളും ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാം. പക്ഷെ നമുക്ക് ബ്ലൈൻഡ് ആവാൻ പറ്റൂല, നമുക്ക് പൊട്ടനാവാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എവിഡൻസും കൂടെ ഞാൻ തന്നേക്കാം. പാലസ്തീനിൽ ഒരു മലയുണ്ട്. ആ മലയിൽ പാലസ്തീൻ ഹിൽസിനകത്ത് ഡെഡ് സീ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഡെഡ് സീയുടെ ഓപ്പോസിറ്റ് ആയിട്ടൊരു വലിയ ഹിൽസ് ഉണ്ട്. ആ ഹിൽസിനകത്ത് കുറേ സിദ്ധാസ് താമസിച്ചിരുന്നു. അവർ വേലുള്ള ഒരു ഗോഡിനെയാണ് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അവർ അവിടെ ഇപ്പോഴും ഉണ്ട്. അപ്പം വേലുണ്ടായതുകൊണ്ട് മാത്രം എങ്ങനെയാടേ അത് മുരുകനാവുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുന്നവരോട് ഞാൻ പറയാം, ഗൂഗിൾ മാപ്സ് എടുത്തിട്ട് നോക്കിയിട്ട് പാലസ്തീനിൽ ഡെഡ് സീയുടെ ഓപ്പോസിറ്റുള്ള ഹിൽസ്, കേവ് ഉള്ള ഹില്ലിൻ്റെ പേര് നിങ്ങൾ നോക്കിക്കോ. ആ ഹില്ലിൻ്റെ പേരാണ് കുമരൻ ഹിൽസ്. ശ്രീലങ്കയിലല്ല, തമിഴ്നാട്ടിലല്ല, കേരളത്തിലല്ല, പാലസ്തീനിൽ കുമരൻ ഹിൽസ്. വേലുള്ള ദൈവം, സ്പിയർ ഉള്ള ദൈവത്തിനെ ആരാധിക്കുന്ന സിദ്ധാസ് ഇപ്പോഴും ആ കേവ് അവിടെ ഉണ്ട്. മനസ്സിലായോ? ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. കുമരൻ എന്ന് പറയുന്ന ആളാണ് അൽ ഖദർ എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ പ്രോഫറ്റ്. അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റും കൂടി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ മുരുകൻ ഒരു വേ ഓഫ് ലൈഫ് ഫോം ചെയ്തിരുന്നു, കുറച്ച് റൂൾസ്, സജഷൻസ്. ഇപ്പം അള്ളാഹ് സെറ്റ് ഓഫ് റൂൾസ് ഖുറാനിൽ കൂടെ കൊടുത്തു എന്ന് പറയുന്ന പോലെ തമിഴ്നാട്ടിൽ മുരുകൻ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ലൈഫും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. സജഷൻസ് എന്നാണ് അതിന് പറയുന്നത്. എ വേ ടു ലീവ് ഹാർമോണിയസ്ലി എന്ന് പറഞ്ഞാൽ പ്രകൃതിയായിട്ട് ഇണചേർന്ന് എങ്ങനെ ജീവിക്കാമെന്ന് പറയുന്നുണ്ട്. ആ പറയുന്ന ബുക്ക് അല്ലെങ്കിൽ ആ പറയുന്ന നിയമങ്ങളുടെ പേരാണ് അസീവകം എന്ന് പറയുന്നത്. അസീവകം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. അപ്പോൾ ഈ അസീവകത്തിന് വേണ്ടി ഈ മുരുകൻ 7 ഡെയിറ്റീസിനെ, 7 ദൈവങ്ങളെ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. 7 ദൈവങ്ങളും 7 ആസ്പെക്ട്സ് ഓഫ് ലൈഫ് കൺട്രോൾ ചെയ്യുന്ന ഫീമെയിൽ ഡൈറ്റീസ് ആയിട്ട് മുരുകൻ മാറ്റി. അതിനകത്ത് ആ ഫീമെയിൽ 7 ദേവതകളെ പറയുന്ന പേരാണ് 7 നായകീസ്. 7 നായകീസ്. അപ്പം ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റിയാണ് പച്ചയമ്മ എന്ന് പറയുന്ന 7 നായികകളിൽ 5ാമത് വരുന്ന പച്ചയമ്മ എന്ന് പറയുന്ന ആള്. ഈ പച്ചയമ്മയ്ക്ക് വേറൊരു പേരുമുണ്ട്, മീനാക്ഷി എന്ന് പറയുന്ന പേരിലും അറിയപ്പെടും. മീനാക്ഷി ടെമ്പിൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തമിഴ്നാട്ടിൽ. ആ മീനാക്ഷി ടെമ്പിൾ ഈ പച്ചയമ്മ എന്ന് പറയുന്ന ആളാണ്. പച്ചയമ്മ, മീനാക്ഷി രണ്ടും സെയിം ആളാണ്. സെയിം നെയിം, ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ആൻഡ് ബട്ട് സെയിം പേഴ്സൺ. അപ്പോൾ പച്ചയമ്മ എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചറൽ ഗോഡസ് ആയിട്ട് പച്ചയമ്മയും
മീനാക്ഷി എന്ന് പറയുന്നത് മീനിന്റെ കണ്ണുള്ള ആക്ഷി പെൺകുട്ടി എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും മീനാക്ഷി എന്ന് പറയുന്നത് ഫിസിക്കൾച്ചർ അല്ലെങ്കിൽ മീൻ പിടുത്തക്കാരുടെ അഗ്രികൾച്ചറിനെയാണ് മീനിന്റെ ദേവതയായിട്ട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഫിസിക്കൾച്ചർ, മറ്റേ സ്ഥലത്ത് അഗ്രികൾച്ചർ, ആൻഡ് ദാറ്റ് ഈസ് ദ ഗോഡസ് ഓഫ് കൾട്ടിവേഷൻ ആൻഡ് ഫുഡ്. അതാണ് കൃഷിയുടെ കൾട്ടിവേഷന്റെ ദേവതയാണ് പച്ചയമ്മ. കൃഷിയുടെയും കൾട്ടിവേഷന്റെയും ആസ്പെക്ട് ഓഫ് ലൈഫാണ് പച്ചയമ്മയിൽ കൂടി പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് എന്താണ്? പച്ചയമ്മ ഗ്രീൻ, മീനാക്ഷി ഫിഷ്, ഗ്രീനും ഫിഷും. നിങ്ങൾ ഇതൊന്ന് ആലോചിച്ച് വെക്കുക. ഞാനിപ്പോൾ വേറൊരു കാര്യത്തിലേക്ക് പോകും. അപ്പോൾ ഇസ്ലാമിൽ അൽ ഖദർ എന്ന് നിങ്ങൾ ചുമ്മാ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. ഇവൻ പിക്ചർ ഇട്ടത് കാണും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഒന്നും കൂടെ ആ പിക്ചർ ഇട്ടേക്ക്. അൽ ഖദർ എന്ന് പറയുന്ന ആള് പച്ച മനുഷ്യനായിട്ടാണ് അല്ലെങ്കിൽ പച്ച ഡ്രസ്സിലുള്ള ഒരാളായിട്ടാണ് ഫുൾ ഡെപ്പിക്റ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ അയാൾ എവിടെ പോയി നിന്നാലും ഒന്നെങ്കിൽ കയ്യിൽ അല്ലെങ്കിൽ കാലിൽ ഒരു വലിയ മീൻ കൂടെ കാണും, ഒരു ഫിഷ് കാണും. അൽ ഖദറിന്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ ഗൂഗിളിൽ നിന്ന്, ഞങ്ങളുടെ പോഡ്കാസ്റ്റ് വിശ്വസിക്കേണ്ട, നിങ്ങൾ ഗൂഗിളിലോ ഖുറാനിലോ പോയി നോക്കിക്കോ. 2 കാര്യങ്ങളാണ് കാണുന്നത്. അൽ ഖദർ എന്ന് ടൈപ്പ് ചെയ്താൽ യു വിൽ സി ഗ്രീൻ ആൻഡ് യു വിൽ സി ഫിഷ്. ഫിഷ് ഇല്ലാതെ അൽ ഖദർ ഇല്ല, ഗ്രീൻ ഇല്ലാതെയും അൽ ഖദർ ഇല്ല. പച്ചയമ്മയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ 100% എവിഡൻസ് ഞങ്ങൾ തന്നു കഴിഞ്ഞു. അൽ ഖദർ എന്ന് പറയുന്ന ആള് ഡിറൈവ്ഡ് ഫ്രം പച്ചയമ്മ അല്ലെങ്കിൽ മുരുകൻ ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് കാർത്തികേയൻ അല്ലെങ്കിൽ കതിരൻ എന്ന് പറയുന്ന ആളാണ് തന്നെയാണ് അൽ ഖദർ എന്ന് പറയുന്ന ആള്. 100% എവിഡൻസ് തന്നിട്ടും ഇതും ഇനഫ് ആവാത്തവരുണ്ട്. അവർക്ക് ഞാൻ 200% എവിഡൻസ് ഞാനങ്ങ് തരാം. അതും കൂടെ കേട്ടാൽ നിങ്ങൾ പൊക്കോളും. എന്ന് പറഞ്ഞാൽ പച്ചയമ്മയും മീനാക്ഷിയെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 7 നായകിയെ കണക്ട് ചെയ്തേക്കുന്നത് 7 പ്ലാനറ്റ്സുമായിട്ടാണ്. പണ്ട് നമ്മളുടെ ആ സമയത്ത് 10,000 to 7,000 years ago 7 ഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ആ 7 ഗ്രഹങ്ങൾ സൂര്യൻ, സൺ, ജൂപ്പിറ്റർ, മെർക്കുറി, മാർസ്, വീനസ്, മൂൺ, സാറ്റേൺ. ഈ വലിയ 7 സാധനങ്ങൾ മാത്രമേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളായിരുന്നു എന്നാണ് ആ കൾച്ചറിൽ പറയുന്നത്. അപ്പോൾ ഈ 7 നായകിമാർക്കും ഓരോ പ്ലാനറ്റ്സ് ആയിട്ടും ആസ്പെക്ട്സ് കൊടുത്തിട്ടുണ്ട്. ഗോഡസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫിസിക്കൾച്ചർ ആയതുകൊണ്ട് വീനസുമായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളുടെ അടുത്ത് വരുമ്പോഴും നമ്മളുടെ അപ്പുറത്തോട്ട് പോകുമ്പോഴും വീനസിനെ വെച്ചായിരുന്നു നമ്മൾ ക്രോപ്സ് നടുന്നതും വീനസിനെ വെച്ചായിരുന്നു പണ്ട് കാലത്ത് ട്രോളിങ് നിരോധിച്ചിരുന്നതും. മനസ്സിലായോ? അത്ര കണക്റ്റഡ് ആണ്. അപ്പം വീനസിനെ സെൻ തമിഴിൽ വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? വെള്ളി എന്നാണ് പറയുന്നത്. വെള്ളി. അതുകൊണ്ട് പച്ചയമ്മ, മീനാക്ഷി, അതുപോലെ 3ാമതൊരു പേരുമുണ്ട് വെള്ളിയമ്മ എന്നുള്ള പേരിലും വീനസിനെ അല്ലെങ്കിൽ ആ ഗോഡസിനെ നമ്മൾ വിളിക്കുന്നു. ഇനി അടുത്ത കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ വെള്ളിയമ്മ ഓർത്തു വെച്ചോളൂ. ഇനിയും ഈ 7 പ്ലാനറ്റ്സിനെയും യഥാർത്ഥത്തിൽ നമ്മളുടെ ഏൻഷ്യൻ്റ് ആസ്ട്രോണമി അല്ലെങ്കിൽ നമ്മളുടെ ജ്യോതിഷത്തിൽ 7 ദിവസങ്ങളുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് 7 ആഴ്ചകൾ, ഒരാഴ്ചയിൽ 7 ദിവസങ്ങൾ വരുന്നത്. അതിനകത്ത് ശനി വരുന്നുണ്ട്, സൂര്യന് സൺഡേ വരുന്നുണ്ട്. അതുപോലെ വരുന്ന വീനസിന്റെ ദിവസമാണ് വെള്ളിയാഴ്ച, ഫ്രൈഡേ. വീനസിന് എന്തുകൊണ്ട് വെള്ളിയാഴ്ച എന്ന് പേര് വന്നു എന്ന് നിനക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. വെള്ളിയമ്മയുടെ സ്ഥലമാണ്, വെള്ളിയമ്മയുടെ ദിവസമാണ് വെള്ളി ദിനം. ആ വെള്ളി ദിനം തമിഴിൽ വെള്ളി ദിനം എന്ന് പറയുന്നു, മലയാളത്തിൽ വരുമ്പം വെള്ളിയാഴ്ച എന്ന് പറയുന്നു. മനസ്സിലായോ? വെള്ളിയാഴ്ച ഇപ്പം മനസ്സിലായി കാണും. പച്ചയമ്മ, വീനസ്, വെള്ളി, ഫ്രൈഡേ, ഇത് എല്ലാം കണക്റ്റഡാണ്. ഇനി ഒരു പേഴ്സൺ 3 നെയിം, ആ 3 നെയിമിലും ഇസ്ലാമിലെ 3 ആസ്പെക്റ്റിന്റെ ക്വസ്റ്റ്യൻസും അൽ ഖദറുമായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പച്ചയമ്മ എന്ന് പറയുന്നത് പച്ച, ദ ഗ്രീനറി ഓഫ് ഇസ്ലാം. എങ്ങനെ വന്നു അൽ ഖദറിൽ നിന്ന് വന്നത്? പച്ചയമ്മ എന്ന പേരിൽ നിങ്ങൾക്ക് മനസ്സിലായി. ഒരാളാണ്. അവരുടെ 2ാമത്തെ പേരാണ് മീനാക്ഷി. മീനാക്ഷിയാണ് അവരുടെ പ്രൊഫറ്റ് ഓഫ് ഗ്രീനിന്റെ കൂടെ നടക്കുന്ന എപ്പോഴുമുള്ള മീനായിട്ടുള്ള പെണ്ണ് അല്ലെങ്കിൽ രൂപം. മീൻ വന്നു. 3ാമത്തെ പേരാണ് വെള്ളിയമ്മ. എന്തുകൊണ്ടാണ് മുസ്ലിംസ് വെള്ളിയാഴ്ച, ദ ഡേ ഓഫ് വീനസ്, എല്ലാ ദിവസവും വെള്ളിയാഴ്ചയും പ്രാർത്ഥിക്കാൻ പള്ളികളിൽ പോകുന്നത് എന്ന് പറയുന്നത് വീനസിനെ പ്രാർത്ഥിക്കാനാണ്. വീനസ് എന്ന് പറഞ്ഞാൽ ആരാണ്? വെള്ളിയമ്മയാണ്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾ എങ്ങനെ കണക്റ്റഡ് ആയി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഇസ്ലാം പ്രെയർ ഓഫർ ചെയ്യുന്നത് വീനസിന് അല്ലെങ്കിൽ വെള്ളിയമ്മായിക്ക് അല്ലെങ്കിൽ വെള്ളിയമ്മയെ ഉണ്ടാക്കിയ കതിരൻ അല്ലെങ്കിൽ അൽ ഖദർ അല്ലെങ്കിൽ മുരുകൻ എന്ന് പറയുന്ന ദൈവത്തിന് വേണ്ടിയാണ്. മനസ്സിലായോ? എല്ലാ വെള്ളിയാഴ്ചയും പോയി പ്രാർത്ഥിക്കുന്നത് മുരുകനെ ആണെന്നാണ് എവിഡൻസ് ഖുറാനിൽ നിന്ന് പറയുന്നത്. അത് നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല.
ഈവൻ ഇസ്ലാമുകൾക്ക് പോലും, മുസ്ലിംസിന് പോലും ഇത് അറിയത്തില്ല. ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ നമ്മളുടെ റിലീജിയനെ ക്വസ്റ്റ്യൻ ചെയ്തില്ലെങ്കിൽ, നമ്മൾ എവിടെ പോയി എന്ത് ചെയ്യുവാന്ന് നമ്മൾ ചോദിച്ചില്ല എങ്കിൽ ഇതാണ് സംഭവിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോയി മുരുകനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രിഗേർഡ് ആവും എല്ലാവരും. പക്ഷെ നിങ്ങൾ ഇതിനെപ്പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് നോക്ക്. നിങ്ങൾ പോയി ഇതിനെപ്പറ്റി അന്വേഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആരെ വർഷിപ്പ് ചെയ്യണം, നമ്മൾ ആരെയാണ് വർഷിപ്പ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഫ്രൈഡേ അല്ലെങ്കിൽ വെള്ളി അല്ലെങ്കിൽ വെള്ളിയമ്മ ആരാണ്, കതിരൻ ആരാണ്, അൽക്കതിർ ആരാണ് എന്നൊന്നും നിങ്ങൾ ചോദിക്കുന്നില്ല. നിങ്ങൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നത് മുരുകനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പാടാണ്. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പില്ല. അതുകൊണ്ട് അൽക്കതിർ ആരാണെന്നൊക്കെ ചോദിക്കുക. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളൊരു റോങ് പ്ലേസിലാണ്, നിങ്ങൾ എൻസ്ലേവ്ഡ് ആണ്. ഇതൊന്നും കൂടി ഞാൻ പറയുന്നു, ഇതെല്ലാം എൻ്റെ ഫൈൻഡിങ്സ് ആണ്. ഇത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, കള്ളമായിരിക്കാം, ഞാൻ വെറും കള്ളത്തരം പറയുന്നതുമായിരിക്കാം. നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി. അത് മാത്രമല്ല, തെറ്റാണെന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. തെറ്റാവാൻ സാധ്യത വളരെ 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 കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ 3ാമത്തെ എപ്പിസോഡ് വരെ എത്തിയതും കുമാരി കാണ്ഡം മുതൽ ഖുറാൻ വരെയുള്ള എവിഡൻസ് വെച്ചാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. മനസ്സിലായോ? വേഴ്സസ് വരെ വെച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാണ്, പ്ലീസ് ഡോണ്ട് ബിലീവ് മീ, പ്ലീസ് ഡു യുവർ ഓൺ റിസർച്ച്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസർച്ച് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ എവിടെങ്കിലും പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത് വല്ലവൻ്റെയും ദൈവത്തിനെ ആയിരിക്കും. മനസ്സിലായോ? അത് നിങ്ങൾ മനസ്സിലാവുക. ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതും നമ്മളെല്ലാവരും വർഷിപ്പ് ചെയ്യുന്നതും ഏകദേശം ഒരാളെ തന്നെ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റിയെ തന്നെയാണ്. അത് പല രീതിയിൽ പലരും പറയുന്നു. ചിലവരത് മറച്ചു വെക്കുന്നു. ഹിന്ദു മതത്തിൽ മുരുകൻ എന്ന് വിളിക്കുന്നു, ചില മതത്തിൽ അൽ ഖദർ എന്ന് വിളിക്കുന്നു, ചില മതത്തിൽ റാഫൻ എന്ന് വിളിക്കുന്നു, ചില മതത്തിൽ വേറെ പേരുകൾ വിളിക്കുന്നു. നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ മതം പ്രാർത്ഥിക്കാനുള്ള അവകാശം നമ്മളുടെ രാജ്യത്തുണ്ട്. പക്ഷെ നമ്മൾ എന്തിനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് 3 മതങ്ങളും 3 പേരിലാണ് പ്രാർത്ഥിക്കുന്നത്. അത് പക്ഷേ ഏകദേശം ഒരാളെ തന്നെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നത്. അയാൾ ലോകം മുഴുവൻ സിവിലൈസ് ചെയ്ത, ലോകം മുഴുവൻ പച്ചപ്പ് കൊണ്ട് തന്ന ഒരു നല്ല മനുഷ്യരായിരുന്നു എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഉള്ള അറിവ് വെച്ച് ലോകം മുഴുവൻ സിവിലൈസേഷൻ ചെയ്ത ഒരു മനുഷ്യൻ. പല ഡിഫറെൻറ്റ് നെയിംസ്, പല ഡിഫറെൻറ്റ് കളേഴ്സ്, പല ഡിഫറെൻറ്റ് ക്ലോത്ത്സ്, പല ഡിഫറെൻറ്റ് മതങ്ങൾ. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, മതമാണ് പ്രശ്നം, മനുഷ്യനല്ല. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ മതങ്ങളും വിഷമാണ്. ഹിന്ദുയിസം, ക്രിസ്ത്യാനിറ്റി, മുസ്ലിം, ബുദ്ധിസം, ജൈനിസം എല്ലാം വിഷമാണ്. മതം പ്രശ്നക്കാരാണ്, മനുഷ്യരല്ല പ്രശ്നം. ഞാനത് എടുത്തു പറയുന്നു. ഇപ്പം തന്നെ നമുക്ക് കാണുന്നവർക്ക് എല്ലാവർക്കും 30-40 വയസ്സായി. നമ്മളുടെ ജീവിതത്തിൻ്റെ പകുതി കഴിഞ്ഞു. ഇനി 25 വയസ്സ് 35 വയസ്സും കൂടെ കിട്ടിയാൽ കിട്ടി. ബാക്കിയുള്ള സമയം ഇഷ്ടമുള്ള പോലെ ജീവിക്കുക, ഇഷ്ടമുള്ളത് ധരിക്കുക, ഇഷ്ടമുള്ളത് കഴിക്കുക, ഇഷ്ടമുള്ളിടത്ത് പോവുക, ഇഷ്ടമുള്ളിടത്ത് ആളുകളെ ഇഷ്ടപ്പെടുക, ഇഷ്ടമുള്ളവരെ കല്യാണം കഴിക്കുക. കാരണം ഈ കാര്യത്തിന് ഏതെങ്കിലും അമ്പല കമ്മിറ്റിയോ പള്ളി കമ്മിറ്റിയോ ജുമാ കമ്മിറ്റിയോ വന്നു കഴിഞ്ഞാൽ അവൻ്റെ പണി നോക്കി പോകാൻ പറയണം. കാരണം നമുക്ക് ദൈവം തന്നിട്ടുള്ള, ലോകം സൃഷ്ടിച്ച അതേ അവകാശങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുള്ളത്. അടുത്ത 20 വർഷം നമ്മൾ ഇഷ്ടമുള്ള പോലെ ജീവിക്കുക. സോ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഇത് നിർത്തുന്നു. കാരണം ഇത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഹൈപ്പ് ചെയ്യുക. ഇത് കൂടുതൽ ആളുകളുടെ അടുത്തോട്ട് എത്താൻ വേണ്ടി അത് സഹായിക്കും. അതുപോലെ തന്നെ ഇതേപോലത്തെ വീഡിയോസ്, ഫൈൻഡിങ്സ്, റിസർച്ച്, സയൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രീസ് പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇസ്ലാമിൻ്റെ ഒറിജിൻ എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ അൽഖദർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇനിയും ഡീപ്പായിട്ട് ഇത് എങ്ങനെ തുടങ്ങി എന്ന് പറയണമെങ്കിൽ ഞാൻ ചെറിയൊരു ഹിന്റ് തരാം. ശിവ എന്ന് പറയുന്ന ആളെ പല മതങ്ങളിലും ഇസ എന്നാണ് വിളിക്കുന്നത്, ISSA. പല മതങ്ങളിലും ഗുരു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേപ്പാളിലൊക്കെ ലാമ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ലാമ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ലീഡർ അല്ലെങ്കിൽ ഗുരു എന്നാണ് പറയുന്നത്. ഇസ എന്ന് പറയുന്ന ഗുരുവിനെ പല സ്ഥലത്തും ഇസ ലാമ എന്നാണ് പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് ശിവന്റെ ടീച്ചിങ്സിനെ ഫോളോ ചെയ്ത് വന്ന കുറച്ച് പേരെ ഇസ്ലാമയുടെ ഫോളോവേഴ്സിനെ ഇസ്ലാമുകൾ എന്ന് വിളിച്ചു എന്നൊരു വിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ രാമായണ വാറിൽ മുസ്ലിംസിനെ പറ്റി പറയുന്നുണ്ട്. മുസ്ലിംസിനെ പറ്റി പറയുന്നതെന്ന് പറഞ്ഞാൽ രാമായണ വാർ തോറ്റിട്ട് ലങ്കയിൽ നിന്ന് അറേബ്യയിലേക്ക് പോയ കുറവരെ പറ്റി പറയുന്നുണ്ട്, കുറവ വംശരെ പറ്റി പറയുന്നുണ്ട്. ആ കുറവ വംശർ അവിടെ പോയി സ്ഥാപിച്ച സ്ഥലവും മതവുമാണ് ദ ഖുറാൻ എന്നും പറയുന്നുണ്ട്.
മനസ്സിലായോ? ഖുറവ, ഖുറാൻ എന്ന് പറയുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഹൈപ്പ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക, കമന്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ ഞങ്ങൾക്കൊന്നും അറിയാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ഇത് ഞങ്ങളുടെ ജസ്റ്റ് ഒരു പെർമ്യൂട്ടേഷൻസ് ഓഫ് ഫൈൻഡിങ്സ് ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഹൈപ്പ് ചെയ്യുക. Yeah. Talk to you guys later. Love you. Jai Hind guys. Bye.